പറന്നകന്ന പ്രവാസികൾ. വിധിയുടെ വഴിയിൽ മറുകര തേടി നടന്നകന്ന പ്രവാസികൾ. പിറന്ന നാടിനു വിടമൊഴി ചാർത്തി പറന്നകന്ന പ്രവാസികൾ. വിധിയുടെ വഴിയിൽ മറുകര തേടി നടന്നകന്ന പ്രവാസികൾ. കാട്ടിൽ ചുടുനിണം കൊണ്ടൊരു ചരിതമെഴുതും പതികന്മാർ. ചുമലിലെ ചുമടാൽ ചുടുനീർ കൊണ്ടൊരു ദുരിതമെഴുതും വ്യഥിതന്മാർ. ചുടുമണൽ കാട്ടിൽ ചുടുനിണം കൊണ്ടൊരു ചരിതമെഴുതും പതികന്മാർ. ചുമലിലെ ചുമടാൽ ചുടുനീർ കൊണ്ടൊരു ദുരിതമെഴുതും വ്യഥിതന്മാർ. അപരനു വേണ്ടി ഉരുകിയ തിരിയായി സ്വയം മറന്ന പ്രവാസികൾ. അപരനു വേണ്ടി ഉരുകിയ തിരിയായി സ്വയം മറന്ന പ്രവാസികൾ. അപരൻ കണ്ടൊരു കനവുകൾ പുലരാൻ സ്വയം തകർന്ന പ്രവാസികൾ. അപരൻ കണ്ടൊരു കനവുകൾ പുലരാൻ സ്വയം തകർന്ന പ്രവാസികൾ. സ്വയം തകർന്ന പ്രവാസികൾ. മറുകൊടുങ്കാറ്റിൽ മനസ്സുകൾ കീറിയ മരുപ്പച്ച കാണാ പതികന്മാർ. മരീചിക പോലൊരു ജീവിത വഴിയിൽ മരണം വരേക്കും മരുവുമ്പോ. മറുകൊടുങ്കാറ്റിൽ മനസ്സുകൾ കീറിയ മരുപ്പച്ച കാണാ പതികന്മാർ. മരീചിക പോലൊരു ജീവിത വഴിയിൽ മരണം വരേക്കും മരുവുന്നോ. മരണം വരേക്കും മരുവുന്നോ. പിറന്ന നാടിനു വിടമൊഴി ചാർത്തി പറന്നകന്ന പ്രവാസികൾ. വിധിയുടെ വഴിയിൽ മറുകര തേടി നടന്നകന്ന പ്രവാസികൾ. പിറന്ന നാടിനു വിടമൊഴി ചാർത്തി പറന്നകന്ന പ്രവാസികൾ. വിധിയുടെ വഴിയിൽ മറുകര തേടി നടന്നകന്ന പ്രവാസികൾ. നടന്നകന്ന പ്രവാസികൾ. നടന്നകന്ന പ്രവാസികൾ. നാട്ടിൽ നിന്ന് നിന്റെ അളിയൻ വിളിച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയില്ല. എന്താ പറഞ്ഞത്? നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാശും കൂടി നിന്റെ കയ്യിൽ നിന്ന് പോരട്ടാന്നാവും. പിന്നെ ബായ്, പറയണോണ്ടൊന്നും വിചാരിക്കരുത്. അടുത്ത മാസം മുതൽ എനിക്ക് കുറച്ച് ശമ്പളം കൂട്ടിത്തരണം. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, നീ മുതലാളിയായിട്ട് ഇവിടെ ഇരുന്നോ. നീ എടുക്കണ പണി ഞാൻ എടുക്കാന്ന്.
എന്നിട്ട് ഞാൻ നിനക്ക് തരുന്ന ശമ്പളം എനിക്ക് തന്നാ മതി. എങ്ങനെയാണ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ ഒരു ശമ്പള വർധന. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഇക്ക എന്തെങ്കിലും ആയോ? ആ, നീ പിന്നെയും വന്നാ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇവിടെ വന്ന് ആയോ എന്ന് ചോദിച്ചുകൊണ്ട് കാര്യമില്ല. ഇവിടുത്തെ തൊഴിൽ മന്ത്രി ഞാനല്ല. ഇവിടെ വന്ന് ചോദിക്കണ മാതിരി ആ കാണുന്ന വലിയ വലിയ ഷോപ്പുകളിലും ഓഫീസുകളിലും പോയി ചോദിച്ചു നോക്ക്. ആരെങ്കിലും എന്തെങ്കിലും പണി തരുമെന്ന്. ആ, ഒരു മിനിറ്റ് നിൽക്ക്. ചിലപ്പോൾ നിനക്ക് ഇവിടെ തന്നെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല വാപ്പുട്ടിയെ, നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തീരുമാനം എടുക്കണമെന്ന്? എന്താണ് ആ തീരുമാനം? അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ തുടരേണ്ടി വരും എന്ന് പറഞ്ഞതാ. അപ്പ കുട്ടിയെ, ആ ചാൻസും പോയി. താൻ ബേജാറാവണ്ടോ. ഗൾഫിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാതിരിക്കൂല. ബാപ്പുട്ടി, നീ ആ ബംഗാളിനെ കണ്ടുപഠിക്ക്. ഒരു മിനിറ്റ് വിശ്രമമില്ലാതെയാണ് അവൻ പണിയെടുക്കുന്നത്. നിന്റെ പകുതി ശമ്പളമല്ലേ അവനുള്ളത്. എന്നിട്ട് എന്തെങ്കിലും അവൻ പറയണണ്ട. അവൻ ബംഗാളിയില് നിങ്ങളെ പറയണ ചീത്തക്ക് വല്ല കണക്കുണ്ടോ? എന്നെ ചീത്ത പറയേ? അതിന് നിനക്ക് ബംഗാളി അറിയോ? ബംഗാളി ഇങ്ങക്കറിയോ? നിങ്ങളെ സ്വഭാവം വെച്ച് നോക്കിയാൽ ആരും ചീത്ത പറയും. അതിന് പ്രത്യേക ഭാഷന്റെ ആവശ്യമൊന്നുമില്ല. ഏത് ഭാഷ പറഞ്ഞാലും നിങ്ങൾക്ക് ഫിറ്റാവും. ഹലോ, ആരാ? ബാപ്പുട്ടിയെ, നിനക്കാ ഫോൺ. ഹലോ, വലൈക്കും സലാം. ജമാലാടാ കുതിരെ, നിന്റെയൊക്കെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചു. എടാ, നാട്ടിൽ നിന്ന് ഇന്നലെ രാവിലെ തീണ്ടി ഞാൻ 2 പ്രാവശ്യം നിന്റെ ആ ഗുദാമിലേക്ക് ഞാൻ വിളിക്കുന്നു. നാട്ടിൽ നിന്ന് എനിക്ക് 2-3 കത്തുണ്ട്. പിന്നെ നിന്റെ കെട്ടിയോളുടെ വക 2 കിലോയുടെ ഒരു പൊതിയുണ്ട്. വേണമെങ്കിൽ ഒന്ന് എടുത്തോണ്ട് പോയിക്കോ. ചൂടാവല്ലഷ്ടാ, നീ വന്ന വിവരം ഞാനിപ്പോഴാ അറിയണത്. ഈ നരകത്തുനിന്നൊന്ന് പുറത്ത് ചാടാനുള്ള പാട് എനക്കറിയൂലേ? എടാ, നീ വരികയാണെങ്കിൽ പോവാ. കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. നാളെ എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യണം. പിന്നെ തമ്മിൽ കാണണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാവും. നിനക്കറിയാലോ എന്റെ ജോലിയുടെ അവസ്ഥ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം ബീച്ചിലെ നമ്മളെ സ്ഥിരം കേന്ദ്രത്തിൽ വെച്ച് കാണാം. കത്തും പൊതിയൊക്കെ നീ വരുന്ന വഴി റൂമിൽ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി. ആ, അങ്ങനെ ചെയ്യാം. ഓക്കെ. ബായ്. നിനക്ക് കുറച്ച് നേരത്തെ പോണം. ഓ, എന്തൊരു വിനയം. ആ, പിന്നെ നീ നേരത്തെ പറഞ്ഞ നരകത്തുനിന്ന് പുറത്ത് പോകണമെന്ന് തോന്നുമ്പോ ഒന്ന് പറഞ്ഞാ മതി. പാസ്പോർട്ട് ദേ ഇവിടെ തന്നെ ഉണ്ട്. പാസ്പോർട്ട് എടുത്ത് കാണിച്ച്. നിന്റെ വാപ്പ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാ അളിയന്റെ വിസയുടെ കാര്യം. എൻ്റെ അവസ്ഥ മുഴുവൻ ബാപ്പാക്കറിയാം. എന്നിട്ടും ഇങ്ങനെ ഒരു ഭാരം എൻ്റെ തലയിലേക്ക് വലിച്ചിടുമ്പോഴാ സങ്കടം. ബാപ്പാക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലടാ. അളിയനും വീട്ടുകാരും പെങ്ങളെ നിരന്തരം ശല്യം ചെയ്തിട്ടാ. അതെന്തിനാ അവര് ശല്യപ്പെടുത്തുന്നത്? 45 പവന്റെ പണ്ടവും 75,000 ഉറുപ്പിയും ഞാൻ ചോര നീരാക്കി ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ അവര് പെങ്ങളെ ശല്യപ്പെടുത്തുന്നത്? നീ പറഞ്ഞ പണ്ടത്തിന്റെയും പണത്തിന്റെയും പുറമെ വിസയും കൂടി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാ അളിയന്റെ വീട്ടുകാർ പറയണത്. വിസ കൊടുക്കുന്നോ? ഞാനോ? നിക്ക് പറയട്ടെ. നിന്റെ വാപ്പയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാ ബ്രോക്കർ പറ്റിച്ച കഥ അറിയുന്നത്. നിന്നോട് വിസ വാങ്ങിക്കൊടുക്കാന്ന് ബ്രോക്കർ പറഞ്ഞിട്ടത്രേ. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ ഉടനെ അവര് വിസ വിസ എന്നും പറഞ്ഞ് നിന്റെ വീട്ടുകാരെ ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ നിന്റെ വാപ്പാക്ക് നിന്നോടല്ലാതെ പറയാൻ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം നിന്റെ പെങ്ങളെ അവര് വീട്ടിൽ കൊണ്ടാക്കിയത്രേ. അത് പിന്നെ മധ്യസ്ഥന്മാരോടപെട്ട് തൽക്കാലം ഒതുക്കി. അളിയന്റെ വിചാരം എനിക്ക് ഇവിടെ ആനമുട്ടക്ക് സ്വർണ്ണം പൂശുന്ന പണിയാണ് എന്നാ. വേണ്ടിയിരുന്നില്ല ഈ ബന്ധം. ഇനി എങ്ങനെയെങ്കിലും കെട്ടിപ്പോയിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ തന്നെ ഞാൻ തൊലക്കമ്മലെ പണി അളിയനെ അറിയാം. പണിക്ക് പോകാൻ ഇത്രക്ക് മടിയാന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും അറിയില്ല. എന്നാലും തൊക്കല് ഉമർ ഖയ്യാമിന്റെ കവിതയും വെച്ചിട്ടേ മൂപ്പര നടക്കുള്ളൂ. പിന്നെന്താ, തുണിയും കുപ്പായോ ഇസ്തിരി ഇട്ട് ഡീസന്റ് ആയിട്ട് നടക്കും. അതുകൊണ്ട് കെട്ടിച്ചു പോയതാ എന്റെ പെങ്ങളെ. ഏതായാലും അളിയന്റെ ഒരു ജ്യേഷ്ഠൻ ഗൾഫിലുണ്ടായതുകൊണ്ട് തരക്കേടില്ല. പെങ്ങള് പട്ടിണി നടക്കൂല. പക്ഷേ ജ്യേഷ്ഠന്റെ സഹായം എത്ര കാലം ഉണ്ടാവും? ഉസ്സകുട്ടിയാക്കേ, ഇപ്പൊ കിടന്ന് ഉരുളിനേലി വലിയ അർത്ഥമില്ല. പണ്ടവും പണവും ഉറപ്പിക്കണ കൂട്ടത്തില് വിസേന്റെ കാര്യം പരസ്യമായി പറയരുത് എന്ന് ബ്രോക്കർ പറഞ്ഞോണ്ടാ പറയാതിരുന്ന്. ലീവ് കഴിഞ്ഞ് വാപ്പുട്ടി കുവൈത്തിൽ തിരിച്ചെത്തി 1 മാസത്തിനുള്ളിൽ വിസ കയ്യിലെത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊല്ലൊന്നായി. നിങ്ങളെ വാക്കിന് ഇത്ര വിലല്ലാതാവുന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. വിസന്റെ കാര്യം സൂചിപ്പിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു കത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മറുപടി കിട്ടട്ടെ. അത് വരെ ഒന്ന് ക്ഷമിക്കാൻ പറയും പുയ്യാപ്പിളനോ. പുതിയാപ്പിള വേണമെങ്കിൽ 10 കൊല്ലം ക്ഷമിക്കും. പണിയെടുക്കാതെ നടക്കുന്നതാണ് ഓനിക്കിഷ്ടം. പക്ഷെ ഓന്റെ വാപ്പാക്ക് ഓനെ കയറ്റി വിട്ടാലേ സമാധാനാവും. ഒരു പണിയില്ലാതെ ഇവിടെ കറങ്ങണേക്കാളും നല്ലതല്ലേ
കടലിന്റെ അക്കരെ പോണ്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഓനക്ക് തിന്നാൻ കൊടുക്കണ്ടല്ലോ. എന്നിട്ട് എന്താപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് പറയേണ്ടിയത്? വിസ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി ശ്രമിക്കാൻ പറയേ, അല്ലാതെ ഇപ്പോ ഞാൻ എന്താ പറയാ. എന്റെ മകനാണ് നിങ്ങളെ മോളെ കെട്ടിയെങ്കിൽ ബുദ്ധിമുട്ടാക്കാൻ ഞാൻ വരൂലായിരുന്നു. ഇതിപ്പോ ജ്യേഷ്ഠന്റെ മോനായി പോയില്ലേ. ഏതായാലും ഞാൻ പരമാവധി പറഞ്ഞ് തണുപ്പിക്കാം. കാര്യം ഉണ്ടാവുമോന്നിപ്പോ എനിക്ക് പറയാൻ പറ്റൂല. എന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് പുകഴ്ത്തി പറയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓന്റെ തലന്റെ ഉള്ളില് കുറച്ച് സ്ഥലം മണ്ണാ, പച്ച മണ്ണ്. ഏതായാലും പരമാവധി നോക്കി ഞാൻ ഇറങ്ങുക. എന്താ ഇഷ്ടം എനിക്കൊരു ചിരി? ചിരിച്ചു പോണ ഡയലോഗല്ലേ കത്തില് മുഴുവൻ. അളിയാന് വിസ ഉണ്ടാക്കേണ്ട ആവശ്യം വിശദമായി വർണ്ണിച്ച ശേഷം എന്റെ മഹാനായ പിതാവ് എഴുതണ കേട്ടോളി. നിന്റെ കയ്യിൽ കാശ് കുറവാണെന്നറിയാം. അതിനിടക്ക് ഒരു വിസ സംഘടിപ്പിക്കാൻ പ്രയാസമാണെങ്കിൽ തൽക്കാലം ഒരു ഫ്രീ വിസയെങ്കിലും സംഘടിപ്പിക്കണം. ഫ്രീ വിസയാകുമ്പോൾ പണം വേണ്ടല്ലോ. എങ്ങനെ ഉണ്ട് വിറ്റ്? എന്റെ ബാപ്പാന്റെ ഒരു കാര്യേ, ഫ്രീ വിസക്ക് വിസ ഫ്രീ എന്നാ മൂപ്പരർത്ഥം വെച്ചത്. പാവം വിഷമം കൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ കത്തെഴുതണത്. ഏതായാലും അളിയാനെ കിട്ടുകയാണെങ്കിൽ എന്റെ അളിയാനെ പോലത്തെ അളിയാനെ കിട്ടണം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വാപ്പുട്ടിയോ, നിന്നെ ഈ റൂട്ടിലൊന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ ബാഹ്യ. ഒഴിവ് കിട്ടണ്ട കുട്ടിയാക്ക. ഏ പിന്നെ ഞാനിപ്പോ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ. പറ്റൂലെന്ന് മാത്രം പറയരുത്. ഈ കാര്യം പറയ ബാപ്പുട്ടി. എനിക്കൊരു വിസ വേണം. വിസേ? നാലഞ്ച് വിസ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ചോദിച്ചപ്പോ എടുത്തു കൊടുത്ത് തീർന്നു. കുഴപ്പമില്ല, വൈകുന്നേരം ഒരു 10-25 വിസ വരാണ്ട്. അതിന്ന് പറ്റിയെ നോക്കി നമുക്ക് തരപ്പെടുത്താം. എന്തേ? നിങ്ങളെ ഊത്തേക്കാനല്ല ഞാൻ ചോദിച്ചത്, സീരിയസ് ആയിട്ടാ. അളിയന് വേണ്ടിയിട്ടാ. എന്റെ പെങ്ങളെ ജീവിതാണത്. ബാപ്പുട്ടിയെ, ഇവിടെ ഒരു വിസ തരപ്പെടുത്തുക എന്ന് പറഞ്ഞാല് എളുപ്പാണോ? ജീവറ, എന്റെ ജ്യേഷ്ഠന്റെ മോനൊരു വിസ തരയാൻ തുടങ്ങിയിട്ട് 9 മാസമായി. കഴിഞ്ഞ മാസം ജ്യേഷ്ഠൻ മരിച്ച് നിനക്കറിയില്ലേ? നിന്റെ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലാവും. ഏതെങ്കിലും നിലക്കൊരു വിസ ശരിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് തരും. കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് 4-5 മാസത്തിനുള്ളിൽ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വിസ സംഘടിപ്പിക്കാൻ ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ. ഇതൊരു ഉറപ്പല്ല. ഒരുപക്ഷെ ബ്രാഞ്ച് തുടങ്ങിയില്ലെന്നും വരും. ഞങ്ങളുടെ ബോസ് ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ബോസ് വിചാരിച്ച ബ്രാഞ്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും വിസ ശരിപ്പെടുത്താൻ പ്രയാസം ഉണ്ടാവില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇവിടുത്തെ കഥയൊക്കെ തലകുത്തി മറിഞ്ഞില്ലേ? ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ വിസക്ക് കാശിന്റെ ചെലവുണ്ടാകും. എന്റെ സ്ഥിതി നിനക്കറിയാലോ. നിന്റെ സ്ഥിതി വഷളാക്കിയത് ഞാനാണോ? നീ തന്നെയല്ലേ. എന്റെ സാമർത്ഥ്യം കൊണ്ട് ബായിയുടെ ബക്കാലയിൽ നിന്ന് ഞാൻ നേരത്തെ തടി തപ്പി. നീ ഇപ്പോഴും അയാളെ സേവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ല. എനിക്ക് നിന്റെ അത്ര അറിവോ സാമർഥ്യമോ ഇല്ല. കുറുക്കു വഴികളൊന്നും ശീലിച്ചിട്ടുമില്ല. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കിതച്ചോടിക്കൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി എന്നെയും കണ്ടാൽ മതി. നീ പറഞ്ഞ പോലെ ബക്കാലയിൽ ഒരുമിച്ച് ജോലി ചെയ്ത് ഒരേ ഭക്ഷണം കഴിച്ച് ഒരു മുറിയിൽ ഉറങ്ങിയ 4 വർഷത്തെ നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. കുവൈത്തുനിന്ന് ബാപ്പുട്ടിയാക്ക വിളിച്ചിരുന്നു. രാത്രി 9 മണിക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോണ്ട് അവിടെ വന്നിക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. നിങ്ങൾ വരണില്ലോപ്പാ? വിവരങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാ മതി. എല്ലാരും കൂടി സംസാരിച്ച് വെറുതെ അവന്റെ പൈസ തീർക്കണ്ട. എന്നാ പിന്നെ റൂബി മാത്രം പോയാ മതി. വിവരങ്ങളൊക്കെ ഈ അങ്ങോട്ട് പറഞ്ഞാളാ. വിസന്റെ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ഓർമ്മയാക്കി കൊടുക്കണം. ബുദ്ധിമുട്ടിക്കാൻ പോയി ഉണ്ടായിട്ടല്ലാന്ന് അവനോട് പറയാൻ മറക്കണ്ട. ഏയ്, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല മോളെ. ഏത് പാതിരാക്കി വേണമെങ്കിലും വിളിച്ചോളാൻ പറയണ്ടേ അവനോട്. ഫോണെന്ന് പറയണത് ഉപകാരത്തിന് വേണ്ടിട്ടല്ലേ. ഗൾഫിൽ നിന്ന് മാത്രല്ലല്ലോ വിളിക്കണത്, നാട്ടിൽ നിന്ന് ഓരോരുത്തർ വിളിക്കണില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എവിടുന്ന് വേണമെങ്കിലും വിളിച്ചോട്ടെ. ഇനി അതന്നെ അങ്ങനെ പറയണ്ട. അല്ല, 9 മണിക്ക് വിളിക്കുന്നു പറഞ്ഞിട്ട് 9:30 ആവാനായല്ലോ. പറഞ്ഞ സമയത്ത് വിളിക്കാറുണ്ടായിരുന്നല്ലോ ബാപ്പുട്ടി. എന്തേ പറ്റിയതാവോ? ചിലപ്പോ ലൈൻ കിട്ടിയിട്ടുണ്ടാവൂല.
അല്ലെങ്കിലും ഗൾഫുകാർക്ക് ഒന്നിനൊരു സമയം കൃത്യമായിട്ട് പറയാൻ പറ്റൂലല്ലോ. ആ കുറച്ചേരം കൂടി കാത്തു നോക്ക. ആ നീ ഇങ്ങനെ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് ഇരിക്കേ. എടുത്തോ, നിനക്ക് തന്നെ ഫോൺ. ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാ വർത്താനം? എല്ലാവർക്കും സുഖാണ്. ഉമ്മയും വന്നിട്ടില്ലേ? അവര് വരുന്നില്ല എന്നാ പറഞ്ഞ. പൈസ കളയണ്ടെന്ന് കരുതിയിട്ടാവും. രണ്ടാക്കും അസുഖമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ. ഇനി എന്റെ വർത്താനം പറയ്, വേഗം പറഞ്ഞോ, 2 മിനിറ്റ് കഴിഞ്ഞാൽ കട്ടാവും. ഇങ്ങനെ പറഞ്ഞാലൊന്നും തീരൂല. നമുക്ക് കാസറ്റിൽ പറഞ്ഞിട്ട് കൊടുത്തയക്കലെന്നെ പറ്റുള്ളൂ. എന്നാലൊരു കാര്യം ചെയ്യേ, അടുത്ത ചൊവ്വാഴ്ച ലുക്കുമാൻ ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഒരു കാസറ്റ് മുഴുവൻ വിശേഷങ്ങൾ പറഞ്ഞു ഓൻ്റെ അടുത്തുനിന്ന് കൊടുത്തയക്ക്. ഒന്നും വിട്ടുപോകരുത്. പിന്നെ പൈസ എന്നോ തീർന്നിട്ടുണ്ടാവൂലേ? ആരെങ്കിലും പോരുന്നവരുണ്ടോ നോക്കട്ടെ, ഞാൻ കുറച്ച് കൊടുത്തയക്കാം. ആ പിന്നെ വേറെന്തൊക്കെയാ വർത്താനം? അളിയന്റെ എളാപ്പ ഇവിടെ വന്നിരുന്നു. അളിയന്റെ വിസന്റെ കാര്യം. ഹലോ ഹലോ. അൽഹംദുലില്ലാ, കൃത്യസമയത്ത് കട്ടായി. ഇല്ലെങ്കിൽ ഇപ്പൊ മൂടാകെ പോയിരുന്നു. ഇവിടെ ഒരു ബംഗാളിണ്ട്. അവനെ ഞാനൊന്ന് പറഞ്ഞു വിടാനായിട്ട് എന്റെ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കണില്ല. നിന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റില് നിനക്ക് ജോലി ഞാൻ തരാം. എന്താ, ഒന്ന് നോക്കണോ? ആ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ഇന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. കെട്ടിയോളുമായി 2 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളെങ്കിലും മനസ്സിന് നല്ലൊരു സുഖം. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, എല്ലാ ദിവസവും നിന്റെ കെട്ടിയോളായിട്ട് 2 മിനിറ്റ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെയെങ്കിലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കിട്ടട്ടെ. എന്റെ മുഖം എത്ര തെളിഞ്ഞിട്ടെന്താ കാര്യം? ഈ നരകത്തിലേക്കല്ലേ വീണ്ടും വന്ന് കേറണത്. അതോടുകൂടി എല്ലാം മൂടും പോകും. നിന്റെ ഈ സ്വഭാവം ഉള്ളിടത്തോളം നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല. വേണ്ട, ഞാൻ വളരെ നല്ല സ്വഭാവത്ത് പെരുമാറാ. എന്റെ വീട്ടിൽ അയക്കാൻ ഒരു 5000 ഉറുപ്പ്യ തരുമോ? ഇനി എനിക്ക് പുട്ടടിക്കാനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊടുത്തയച്ചാൽ മതി. 3 മാസമായി വീട്ടിൽ പൈസ അയച്ചിട്ട്. 3 മാസം അറിയോ? നിങ്ങളെ തടിക്ക് പിടിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞപ്പോ കുട്ടിസ്രാങ്ങിന്റെ മാതിരി ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റൂലെന്ന്? നിങ്ങൾക്ക് പറ്റാത്ത എന്ത് പറഞ്ഞാലും അപ്പൊ പൊക്കി കാണിക്കും പാസ്പോർട്ട്. ഒരീസ പാസ്പോർട്ട് മേടിച്ച് വാപ്പുട്ടി ഇവിടുന്ന് പോകും. അതോടുകൂടി നിങ്ങളെ ബിസിനസ് കോളം തോണ്ടും. എന്റെ ശാപമായിരിക്കും, ശാപം. കുവൈത്തിലേക്ക് പോകുന്ന ആരും ഉണ്ടായില്ലെങ്കിൽ 15 ഉറുപ്പ്യന്റെ സ്റ്റാമ്പ് ചെലവാക്കണില്ലേ നാമിന? അതൊന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. 15 ഉറുപ്പ്യല്ലേ ഉള്ളൂ. 15 ഉറുപ്പ്യ ആണെങ്കിലും മാപ്പൊട്ടിന് അയച്ചിട്ട് എന്നെ കിട്ടണ്ടേ? എൻ്റെ ഇന്ത്യൻ കയ്യിൽ എന്താ ഉള്ളത്? അതൊന്നും അറിയാത്തോണ്ട് പറഞ്ഞല്ല ഞാൻ. ഇങ്ങളെ കാര്യം ആലോചിച്ചിട്ട് പറഞ്ഞു പോയതാ. ഇത് വായിക്കുമ്പോ അവനക്ക് മനസ്സിന് വിഷമാവൂലേ ആമിന? വിഷമാവുന്ന ഉറപ്പല്ലേ? പക്ഷെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഞമ്മക്കിപ്പ പറയാൻ ഓനൊരുത്തനല്ലുള്ളൂ. ഒരു വിധത്തെ കയ്യെങ്കില് ഞാൻ എങ്ങനെ ഒരു കത്ത് എഴുതൂലായിരുന്നു. എന്റെ അടങ്ങറ് ഞാനും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ. ആവട്ടെ, നല്ല ആളാ. ഞാൻ നിന്നെ തെരഞ്ഞ് റൂമിലും കടയിലൊക്കെ പോയി. റൂമിലും കടയിലൊന്നും എന്നെ നോക്കിയിട്ട് കാര്യമല്ല. ഞാൻ കുറച്ച് കാശിനും വേണ്ടി ഇവിടെ നടക്കുക. മുതലാളിനോട് ചോദിച്ചു നോക്കിയില്ലേ? മുതലാളി മര്യാദക്ക് ശമ്പളം തരാതിരിക്കാൻ വല്ല പദ്ധതി ഉണ്ടോ എന്ന് ആലോചിച്ചെടുക്കുന്ന മഹാ അർക്കീച്ച എന്റെ മുതലാളി. എനിക്കറിയില്ലേ? എന്നിട്ടാ കടം തരുന്ന മൂപ്പര്. നിനക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നില്ലേ? മനുഷ്യന് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി പടച്ചോൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് കുറച്ച് എനിക്കും ഉണ്ടായിപ്പോയി. അതുകൊണ്ടാ നിന്നോട് കാശ് കടം ചോദിക്കാത്തത്. എന്നാലേ ഇത് പിടിക്ക്, ഒരു ഉളുപ്പുള്ളവൻ. എന്താ ഇത്? നിനക്ക് നാട്ടിലേക്കാക്കുള്ള കാശ് 5000 ഉറുപ്പ്യല്ലേ നിനക്ക് വേണ്ടത്? 35 ദിനാറുണ്ട്, ഇതുകൊണ്ടയക്ക്. ഈ ഞാൻ കൊന്നാലും ഞാൻ അത് വാങ്ങൂല. വീട്ടുകാർ പട്ടിണി കിടന്നാലും ശരി. കാരണം ഞാൻ പറയണോ? നിനക്ക് ഞാൻ തരാനുള്ള കാശിന്റെ വലുപ്പം ഓർത്തിട്ട് മനസമാധാനം എന്നോ പോയിട്ടുണ്ട്. കണക്ക് കൃത്യമായിട്ട് എൻ്റെ അടുത്തുണ്ട്. കണക്കിന്റെ അടുത്തുണ്ട്. മറ്റുള്ളവരുടെ മുമ്പ് പോയി ഇറക്കാതെ മര്യാദക്ക് ഇത് വാങ്ങിക്കോ, അതാ നിനക്ക് നല്ലത്. ഇതൊക്കെ എന്ന് തിരിച്ചിട്ടൊന്ന് പ്രതീക്ഷിച്ചിട്ടാ എനിക്ക് തരുന്നത്? 3 മാസം കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകും. 3 കൊല്ലം കഴിഞ്ഞാലും ഇത് മടക്കി തരാൻ എനിക്ക് കഴിയൂല. അതിനു മാത്രം ബാധ്യതകൾ എൻ്റെ തലയിൽ. 3 മാസം കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. അന്നത്തേക്ക് കാശ് തിരിച്ചു തരണമെന്ന് പറഞ്ഞോ? അല്ല, അളിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചോ? അല്ലാതെ എന്ത് ചെയ്യും? എൻ്റെ പെങ്ങൾക്ക് അവിടെ ജീവിക്കണ്ടേ? തൽക്കാലം ഒരു കാദ്യം വിസക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് ആലോചിക്കാം.
ഉസകുട്ടിക്കാ, എന്നെ മനസ്സിലായില്ലേ? കണ്ണ് ശരിക്കും അങ്ങോട്ട് പിടിക്കണില്ല. കയറിയിരിക്ക്. തെക്കുംപുറത്തെ കേശവൻ അറിയില്ലേ? മൂപ്പര മോനാ. ആ, മനസ്സിലായി. കേശവന്റെ മക്കളാരോ കുവൈത്തിലുണ്ടല്ലോ. അത് ഞാൻ തന്നെയാ. ഇന്നലെയാ വന്നത്. ഇതാ ഇത് ബാപ്പുട്ടി തന്നതാ. ആ 5000 രൂപയുണ്ട്. ആഹാ, പിന്നെ എന്തൊക്കെയാ ഇവിടുത്തെ വിശേഷങ്ങൾ? വളരെ സുഖാണ്. ഓന്റെ പെണ്ണുങ്ങള് ഓളെ വീട്ടിലേക്ക് പോയിട്ട് ഒരാഴ്ചയായി. നാളെ വരുന്നാ പറഞ്ഞത്. അല്ല, ഓക്കും ഞങ്ങൾക്കും കത്തൊന്നുമില്ലേ? ആ കെട്ടിലൊരു കാസറ്റ് ഉണ്ട്. അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കത്തൊന്നും എഴുതിയില്ല എന്നാ ബാപ്പുട്ടി പറഞ്ഞത്. അല്ല, എൻ്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ കുവൈത്തിലേക്ക് പോണോല്? എനിക്കൊരു കത്ത് കൊടുത്തേക്കാനായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ആമിന, ചായ എടുത്താ? അയ്യോ, ചായ കുടിക്കാൻ ഞാൻ പിന്നെ വരാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. 2-3 സ്ഥലത്തൂടെ പോകാനുണ്ടേ. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും വരും. ആ, എന്നാ എന്തായാലും വരണോ? ശരി, അപ്പം ഞാൻ ഇറങ്ങട്ടെ. ആ, ബാപ്പുട്ടി കൊടുത്തേച്ച പൈസയും സാധനങ്ങളൊക്കെ അത്. അൽഹംദുലില്ലാ, കടങ്ങളൊക്കെ വീട്ടാലോ. എത്ര കാലം എന്ന് വെച്ചാ അവധി പറയാ? മകൻ ഗൾഫിലല്ലേ. അല്ല, കത്തൊന്നുമില്ലേ? കത്തിന് പകരമായിട്ട് കേസറ്റ് കൊടുത്തേച്ചിട്ടുണ്ട്. ഇനി വാ, നമ്മക്ക് അത് ഇട്ട് കേക്കാം. പ്രിയപ്പെട്ട റുബി, അസ്സലാമു അലൈക്കും. നിനക്കും നമ്മുടെ മക്കൾക്കും ഉപ്പക്കും ഉമ്മക്കും ഒക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. എന്താ അവിടുത്തെ വിശേഷങ്ങൾ? ഉമ്മക്കും ഉപ്പക്കും അസുഖമൊന്നുമില്ലല്ലോ? നീ അവരെ നന്നായി നോക്കണം. അവരെ നോക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് ആണായിട്ട് ഞാനൊരുത്തം മാത്രമേ ഉള്ളൂ എന്ന് നിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഗൾഫിൽ എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടം കൂടിക്കൂടി വരുന്നു എന്നതാണ് സമ്പാദ്യം. ഇനി അളിയൻ ഒരു വിസ ശരിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതോടുകൂടി നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹവും അസ്തമിക്കും. എല്ലാം ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് വരാമെന്ന് വെച്ചാൽ തന്നെ ആദ്യം കടം വീട്ടണം. എന്നിട്ട് തന്നെ അവിടെ വന്നിട്ടെന്ത് ചെയ്യാനാ? ജീവിക്കണ്ടേ? നമ്മൾ മാത്രമാണെങ്കിൽ പച്ചവെള്ളം കുടിച്ച് ജീവിക്കാം. മാതാപിതാക്കളെയും മക്കളെയും പട്ടിണിക്കിടാൻ പറ്റുമോ? 1 ലക്ഷത്തോളമാണ് ഇപ്പോൾ എൻ്റെ കടം. മറ്റൊരു ചിലവുമില്ലെങ്കിൽ അത് വീട്ടാൻ മാത്രം എനിക്കൊരു വർഷം വേണ്ടി വരും. എൻ്റെ സാമ്പത്തികാവസ്ഥ ഞാൻ ഇത്ര വിശദമായി നിന്നോട് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഭാര്യ എന്ന നിലക്ക് എൻ്റെ യഥാർത്ഥ അവസ്ഥ നീ മനസ്സിലാക്കണം. ഉടനെ നാട്ടിലേക്ക് വന്ന് തമ്മിൽ കാണാമെന്നുള്ള ആഗ്രഹം വളരെ വിദൂരത്താണെന്ന് നിന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തി സമാധാനിക്കണം. നാട്ടിലെ മറ്റ് ഗൾഫുകാരുടെ സൗഭാഗ്യങ്ങൾ കണ്ട് നീ നിന്റെ വിധിയെ പഴിക്കരുത്. നാട്ടിലെ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഭാര്യ മക്കളോടൊത്ത് ജീവിതം ആസ്വദിക്കുന്നത് കണ്ട് നീ തളരരുത്. ഈ കാസറ്റ് ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും ഒരിക്കലും എൻ്റെ ഉമ്മയും ഉപ്പയും കേൾക്കാൻ ഇടവരരുത്. അവർക്കിതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല. ഈ വാർദ്ധക്യത്തിൽ അവരെ പരിചരിച്ചുകൊണ്ട് അവരോടൊപ്പം കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹം. വിധി തിരിച്ചായിപ്പോയില്ലേ? കാസറ്റിൻ്റെ മറുഭാഗത്ത് ഉമ്മക്കും ഉപ്പക്കുമുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം അവരെ കേൾപ്പിക്കുക. എൻ്റെ ശബ്ദമെങ്കിലും അവർക്ക് ആശ്വാസമേകട്ടെ. ഇനി ആരെങ്കിലും വരുമ്പോൾ നിന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുള്ള കാസറ്റ് കൊടുത്തയക്കുക. ഞാൻ നിർത്തട്ടെ. സ്നേഹപൂർവ്വം നിന്റെ ഇക്ക ബാപ്പുട്ടി. ഇപ്പോൾ അടിയന്തരമായി ഇങ്ങനെ ഒരു കത്തെഴുതുന്നത് ഒരു പ്രത്യേക കാര്യം എന്നെ അറിയിക്കാനാണ്. ഒരു ദിവസം ഭയങ്കര വയറുവേദന വന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. പല ടെസ്റ്റുകളും നടത്തി അവസാനമാണ് വയറ്റിൽ ഒരു മുഴയുള്ള കാര്യം ഡോക്ടർ പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മുഴ നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 20,000 രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞു. കുറച്ചു കാലമായിട്ട് എനിക്ക് വയറ്റിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഭക്ഷണവും ശരിക്ക് കഴിക്കാൻ കഴിയുന്നില്ല. ഓപ്പറേഷൻ ചെയ്യാതെ ഒരു മാർഗവുമില്ലെന്നാണ് ഡോക്ടർ വീണ്ടും പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കയ്യിൽ വല്ല മാർഗവുമുണ്ടോ? നിനക്ക് നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? നീ വിഷമിക്കരുത്. എൻ്റെ അസുഖത്തിൻ്റെ കാര്യം നിന്റെ ഉമ്മയ്ക്ക് മാത്രമേ അറിയൂ. റൂബീനയ്ക്ക് ഒന്നും അറിയില്ല. മറ്റൊന്നും എഴുതാനില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറുപടി ഉടനെ അയക്കണം എന്ന് സ്വന്തം ഉപ്പ.
അസ്സലാമലൈക്കും. വലൈക്കും സലാം. മുസ്സലാം. മൊമാന്റെ കുട്ടികള് കൊയങ്ങിയോ? മോള് വാ. അല്ലല്ലാ. ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടായുമ്മ. അതൊന്നും സാരല്ല മോളെ. ഒരാഴ്ച അവിടെ നിൽക്കാൻ നിങ്ങൾ നിർബന്ധിച്ചോണ്ടാ ഞാൻ നിന്നത്. അതും മാണ്ടിയതല്ലേ. അനക്കൂല്ലേ ഉമ്മയും ബാപ്പയൊക്കെ? ദാ നല്ല നെയ്യപ്പ, നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി ഉമ്മ പ്രത്യേകം ഉണ്ടാക്കിയതാ. രണ്ടാളും പള്ള നിറച്ച് തിന്നോളി. ഇതാ മോളെ, ഇന്നലെ മാപ്പുട്ടി കോയത്തുനിന്ന് കൊടുത്തയച്ചതാ. 5000 ഉറുപ്പിയുണ്ട്. പൈസ നിങ്ങൾ എന്നെ വെച്ചോളി. ഞാൻ ഈ പൊതി എന്താന്ന് നോക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടി, അസ്സലാമു അലൈക്കും. നിനക്കും നമ്മുടെ മക്കൾക്കും ഉപ്പക്കും ഉമ്മക്കും ഒക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റു ഗൾഫുകാരുടെ സൗഭാഗ്യങ്ങൾ കണ്ട് നീ നിന്റെ വിധിയെ പഴിക്കരുത്. നാട്ടിലെ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഭാര്യ മക്കളോടൊത്ത് ജീവിതം ആസ്വദിക്കുന്നത് കണ്ട് ഇതുവരെയും പൊതി തുറന്നില്ലേ? എന്നെ കാത്തിക്കാണെങ്കി വേണ്ട. ഇത് മുഴുവൻ നിങ്ങൾക്ക് രണ്ടാക്കുള്ളതാ. പിന്നെ രണ്ടാളും വരി, നിങ്ങൾക്ക് നിങ്ങളെ മോന്റെ ശബ്ദം കേൾപ്പിച്ചു തരാം. പ്രിയപ്പെട്ട ഉമ്മക്കും ബാപ്പക്കും അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് സുഖത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ എനിക്ക് വളരെ സുഖമാണ്. ജോലിയിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പണത്തിനും പ്രയാസമില്ല. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കരുത്. റൂബിയോട് പറഞ്ഞാൽ മതി, അവൾ അറിയിച്ചുകൊള്ളും. അസുഖം വല്ലതും വന്നാൽ ഡോക്ടറെ കാണിക്കാൻ താമസിക്കരുത്. അളിയന് വിസ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാസം തന്നെ ശരിയാവും എന്നാണ് പ്രതീക്ഷ. ജോലിക്ക് പോവാൻ സമയമായതിനാൽ ഇനി നീട്ടി പറയുന്നില്ല. വിശദമായി ഉടനെ കത്തയക്കാം. അധികം വൈകാതെ നാട്ടിലേക്ക് വരാൻ കഴിയും. പ്രാർത്ഥിക്കുമല്ലോ. സ്നേഹപൂർവ്വം, മകൻ ബാപ്പുട്ടി. നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയാം. ഉമർ ഖയാമിൻ്റെ കവിതയിൽ പറഞ്ഞ മാതിരി. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ബാപ്പുട്ടിയുടെ അളിയനല്ലേ? അതെ. എൻ്റെ പേര് ഫാസിൽ. ഞാൻ ബാപ്പുട്ടിയുടെ സുഹൃത്താണ്. കുറച്ച് അകലെയാണ് താമസം. ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ ഗൾഫ് കണ്ടിട്ട് ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒന്നും പറയാറായിട്ടില്ല. വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഏതായാലും നാട്ടിൽ വെച്ച് നമ്മൾ കാണുന്ന ഗൾഫല്ല ഇതെന്ന് വന്നപ്പോൾ തന്നെ മനസ്സിലായി. ഉമർ ഖയ്യാമിൻ്റെ കവിതകളാണ് ഓർമ്മ വരുന്നത്. ഈ കവിത പാടി കുത്തിയിരുന്നാലേ ഉച്ചയ്ക്ക് ഞണ്ണാനൊന്നും ഉണ്ടാവില്ല. കിച്ചണിലോട്ട് വാ. പരിചയമില്ലാത്ത ജോലിയൊന്നും ഞാൻ ചെയ്യാറില്ല. മാത്രമല്ല വെച്ച് വിളമ്പാനൊന്നുമല്ല ഞാനിവിടെ വന്ന്. എൻ്റെ അളിയൻ വിളിച്ചിട്ടാ. എടാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബാപ്പുട്ടി കേട്ടാ മോശമല്ലേ? എന്തൊക്കെയായാലും ഇവനവൻ്റെ അളിയനല്ലേ? അവനെ തല്ലി കൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനാ ബാബുട്ടി പറഞ്ഞത്. വന്നിട്ട് ഒരാഴ്ചയായി. തിന്നെണീറ്റ് പോവാന്നല്ലാതെ പ്ലേറ്റ് പോലും കഴുകിയേക്കൂല. അവൻ്റെ ഡ്രസ്സ് അലക്കണത് പോലും ബാപ്പുട്ടിയാ. പണി അന്വേഷിക്കാൻ കൂടെ പോരാൻ പറഞ്ഞപ്പോൾ പുറത്തെ ക്ലൈമറ്റ് ശരിയാവട്ടെ. ഗൾഫിലെ ക്ലൈമറ്റ് ശരിയായിട്ട് ജോലി എടുക്കാൻ പറ്റുമോ? ബാപ്പുട്ടിയുടെ അവസ്ഥ എനിക്കറിയില്ലേ. അതിനിടയിലാ ഈ കുരിശ്. ഒരു കാര്യം ചെയ്യാം, ഇവനെ തൽക്കാലം ഇവിടെ തന്നെ സ്ഥിരപ്പെടുത്താം. നിങ്ങൾ 10-12 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ജോലി കൊടുത്താൽ മതിയല്ലോ. കൊള്ളാം, അത് തിരക്കിടില്ല. അത് ശരിയാ.
നമുക്ക് അവനോടൊന്ന് സംസാരിച്ച് നോക്കാം. പ്രതികരണം അറിയാമല്ലോ. അളിയോ, ജോലി ശരിയായോ? ഞാൻ റൂമിക്ക് കയറി വരുമ്പോ തന്നെ ജോലി ശരിയായോ എന്നിങ്ങനെ ചോദിക്കണ്ട. ശരിയായാ ഞാൻ പറയും. അതുവരെ മിണ്ടാതെ അവിടെ ഒന്ന് ഇരുന്നാ വലിയ ഉപകാരമായി. തൽക്കാലത്തേക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. മറ്റൊരു ജോലി തരപ്പെടുന്നത് വരെ ഈ ജോലി ചെയ്യാൻ പറ്റുമെന്നൊന്ന് അറിയണം. ജോലി എന്താണെന്ന് പറയൂ, കേൾക്കട്ടെ. ഈ റൂമിൽ 12 പേരുണ്ട്. അവർക്ക് ഭക്ഷണം തയ്യാറാക്കുക, റൂം വൃത്തിയാക്കുക. വെറുതെ അല്ല, ഭക്ഷണവും താമസവും ഫ്രീ. 30 ദീനാർ ശമ്പളവും. 30 ദിനാറോ? പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇവിടുത്തെ ഷെയ്ഖിന്റെ ഓഫീസിൽ സെക്രട്ടറി പോസ്റ്റ് കിട്ടുമെന്നോ? ആദ്യം ഇവിടെ വന്നപ്പോൾ ഇതിനേക്കാൾ താഴ്ന്ന ജോലി ചെയ്ത ആളാ നിന്റെ ഈ അളിയൻ. അതുകൊണ്ട് വെറുതെ വാചകമടിക്കാതെ ഉമർ ഖയ്യാമിന്റെ കവിത ആ മൂലയിലേക്കിട്ട് പണി ചെയ്യാൻ നോക്ക്. ബാബുട്ടി, ഞാൻ പോകുന്നു. നിന്റെ അളിയൻ വന്നു എന്ന് കേട്ടപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ വന്നതായിരുന്നു. അളിയോ, എന്നോടിത് വേണ്ടായിരുന്നു. ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എടാ, നിന്നോടാ ചോദിച്ച ഈ സമയത്ത് നിനക്ക് എന്തായിരുന്നു ഇവിടെ പണിയെന്ന്? ഇതിനുത്തരം ഞാനിപ്പോ പറയുന്നില്ല, മുന്താസ് പറഞ്ഞുതരും. അവള് വിളിച്ചിട്ടാ ഞാനിപ്പോ ഇവിടെ വന്നത്. ഒരുമ്പെട്ടോളെ, ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞില്ല ഈ. സത്യം, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറയണത് വിശ്വസിക്കണോ? ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞത് പോരാ, നീ ഈ പറയണതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണല്ലേ? മതിയടി ഈ പരിപാടി. ഉമ്മയ്യ, എന്റെ തൊള്ള പൂട്ടി വെക്ക്. ഇതിൽ സത്യം ഉണ്ടോന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി വർത്താനം. ഇനി എന്താ ബോധ്യപ്പെടാനുള്ളത്? കേക്കണ്ടേ മെയ്മ സുൽഫിക്കറിന്റെ തൊള്ളേന്ന് തന്നെ കേട്ടില്ലേ? അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ നാട്ടിലെ ഏറ്റവും വലിയ അലവലാതിയാണ് സുൽഫീക്കർ എന്നുള്ളത് പുറത്തിറങ്ങി നടക്കണ എനിക്കറിയാം. എന്നാലേ സുൽഫിക്കർ പറഞ്ഞ വിശ്വസിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കണക്ക് തീർന്നിട്ടില്ല മുസ്തഫ, എല്ലാം തീർക്കും ഞാൻ. ഓടാ, കണക്ക് തീർക്കണ്ട എന്നോടല്ല, നിന്റെ പെങ്ങോട് തീർക്ക്. പോയി അവളെ നന്നാക്കാൻ നോക്കടാ. ഈ പ്രശ്നം ഇവിടെ അവസാനിക്കൂല, ഒരു കാലത്തും അവസാനിക്കൂല. അമ്മ അതിരി തോന്നിയ സജ്ജ അവിടെ ചെന്ന് ചെയ്തത്. കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താന്ന് അന്വേഷിച്ചറിയണതിന്റെ മുമ്പ് അന്യനാട്ടിൽ പോയി അവിടെ അടിയുണ്ടാക്കുക. ആ നാട്ടുകാർക്ക് ഒരു മര്യാദ ഉള്ളതുകൊണ്ട് ഈ രക്ഷപ്പെട്ടു. വേറെ ഏതെങ്കിലും നാട്ടുകാരായിരുന്നെങ്കിലേ അന്ന മെഡിക്കൽ കോളേജിലെ ICUവിൽ വന്ന് കാണേണ്ടി വരുമായിരുന്നു എനിക്ക്. എന്റെ പെങ്ങള് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ? അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ടെങ്കിൽ ഇയ്യോളം ആങ്ങളെല്ലാന്ന് ഞാൻ പറയും. കാരണം കുട്ടിയച്ഛനും ഖദീജയും മക്കളെ പോറ്റിയത് എങ്ങനെയാന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു കല്യാണം നടത്താൻ ഞാൻ മുൻകൈയ്യെടുത്ത്. അത് ഈ ആയിട്ട് വെറുതെ ആക്കരുത്.
സംഗതി നിങ്ങൾ രണ്ട് കൂട്ടരും പറയുന്നത് ശരി. പക്ഷേ ഇനി ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ പറഞ്ഞു തീർക്കുന്നതല്ലേ രണ്ടു കൂട്ടർക്കും നല്ലത്. രണ്ടു കൂട്ടരെന്ന് പറഞ്ഞാൽ ആരാ? അന്റെ കൂട്ടരും എന്റെ കൂട്ടരാണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തീർത്തോളി. അതിനെന്തിനാ എങ്ങോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടോ അതോ? മനസ്സിലായടോ. അന്റെ അഞ്ചൻ അന്തി പതിരാക്കോട് വന്നതേ കണ്ടില്ലാന്ന് വെച്ച് അന്റെ മുഖം രക്ഷിക്കാൻ ഞാൻ എന്റെ മാനം വിൽക്കണമെന്ന് അല്ലേ? അങ്ങനെയൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കല്ലേ നമുക്ക് നല്ലത്. ഞമ്മക്കല്ല, അനക്ക്. കാരണോ എന്റെ മകൻ കെട്ടിയത് അന്റെ മംഗളാണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. എന്നിട്ടെന്തേ ഈ വിഷയം സംസാരിക്കാൻ അന്റെ നാട്ടിൽ നിന്ന് മാനും മര്യാദയുള്ള ആരെയും കൂട്ടാതെ കൊന്തരെയും കൂട്ടി എന്റെ വീട്ടിൽ കയറി വന്നത്? അന്റെ പെങ്ങളെ ഭാഗത്ത് തെറ്റുണ്ട് നീയും സമ്മതിക്കുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം? അല്ലെങ്കിൽ ഇക്കല്യാണം നടത്താൻ മുൻകൈയെടുത്ത് അഹമ്മദാജിനെയും കൂട്ടി വരേണ്ടിയിരുന്നില്ലെങ്കിൽ. പക്ഷെ മൂപ്പര ഈ വിഷയത്തിന് കിട്ടൂല. തോന്യാസിന് കൊടുക്കുന്ന ആളല്ല അഹമ്മദാജി എന്ന് എനിക്കറിയാം. കുവൈത്തിൽ കിടക്കുന്ന എന്റെ മകന് ഈ വിവരം അറിഞ്ഞാല് ചങ്ക് പൊട്ടി മരിച്ചു പോകൂ. ഇറങ്ങി പോയിക്കെല്ലാരും ഈ വിഷയം ചർച്ച ചെയ്യാൻ. ഈ വാതിലിനി തുറക്കൂല. അങ്ങനെ തന്നെ പറയണം ഓലോട്. മറുപടി പറയാനില്ലാണ്ട് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? നന്നൊഴിക്കുന്നു. ഓലോണ്ട് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞില്ലെങ്കിലും മുന്താസ് അങ്ങനെ ഒന്നും ചെയ്യൂലെന്ന് മനസ്സ് പിന്നെയും ഉള്ളെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലേ കുറച്ച് തളച്ച വെള്ളം കണ്ട് കുടിച്ചാളി. ഉള്ളെന്ന് പിന്നെ മുണ്ടാട്ടുണ്ടാവൂല. ഓ ഒരു മുംതാസ്, മരോളോട് എന്തൊരു സ്നേഹം. ദാ മരോള് കിടക്കുന്ന മുറീന്റെ പിന്നെന്ന് അന്തി പാതിരക്ക ചങ്ങായിനെ പൊടിച്ചതേ ഇങ്ങളൊക്കെ അയ്യോണ്ടാ. എന്നിട്ടും വിശ്വാസം വരുന്നില്ല അല്ലേ? സുൽഫിക്കറിനെ ഇവിടെ കണ്ടു എന്നുള്ള ശരിയാ. പക്ഷെ അത് താത്ത പറഞ്ഞിട്ടാണ് എന്നുള്ളതിന് എന്താ തെളിവ്? താത്ത ഒരിക്കലും അങ്ങനെ ചെയ്യൂല, എനിക്കറിയാം. എടാ ചെറുക്ക, വലിയൊരു വർത്താനം പറയുന്നുണ്ട്, ഇടക്കേറി പറയരുത്. മുണ്ടാണ്ട് അവിടെ ഇരുന്നോണം. ഓ വാപ്പാക്കും മോനും മരോളോട് എന്തൊരു സ്നേഹം. ഇത്താത്ത ആരാ നേരത്തെ ഇവിടെ വന്നു പോയത്? അതെ, മരോളാങ്ങളെയും പിന്നെ മറ്റോന്റെ ഏട്ടനും തന്നെ. എന്നിട്ട് എന്തേ ഒരു പറഞ്ഞേ? കഴിഞ്ഞതൊക്കെ പറഞ്ഞു തീർക്കാന്ന്. തീർക്കരുത്. ഞമ്മക്കൊല്ലൊരു അന്തസ്. അല്ലെങ്കിൽ തന്നെ ഞമ്മക്ക് പറ്റിയൊരു ബന്ധം അത്. എത്ര പാവം പൊന്നു കിട്ടേണ്ട ആളാങ്ങളെ മോനെ. അത് അനക്കും എനിക്കും മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ പീരാനെ. ഓൾ ഒഴിവാക്കാൻ പറഞ്ഞ മോനോട് ഓനിക്ക് വേറെ എത്ര നല്ല പെണ്ണുങ്ങളെ കിട്ടും? അതന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ഓണി ഒഴിവാക്കാൻ പറഞ്ഞ് കുവൈത്തേക്ക് കത്തെഴുതാൻ പോകാനായി. എഴുതണം. ആ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ ആയിക്കോട്ടെ. അനക്കെന്താ അവിടെ പണി? കരണ്ടോ നോക്കിയതാ. അന്റെ പറയാ സ്വിച്ചിട്ട് അറിയില്ലടോ കറണ്ട് ഉണ്ടോ അല്ലേ എന്നുള്ളത്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോന്ന് അറിയാവുന്ന. ഇവിടെ ഉണ്ടോന്ന് ഞാൻ ചെക്ക് ചെയ്തോളാം. ഈ സ്ഥലക്കാലിയാക്കാൻ നോക്ക്. ഓൽക്കിന്റെ കുട്ടീനെ പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കിയോട്ടാ ആചാര്യ, ഞാൻ ക്ഷമിക്കാം. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു ചീത്തപ്പേരിന്റെ പേരിലാവുമ്പോൾ ഞാൻ എങ്ങനെയാ സഹിക്കാം? എൻ്റെ മകൾക്ക് പിന്നൊരു ജീവിതം ഉണ്ടോ? കുട്ടിയസ, വിധിനെ തടുക്കാൻ ആർക്കും കഴിയൂല. ഓൻക്ക് ഓളെ തലാക്കിയല്ല മാത്രം ന്യായായ കാരണമുണ്ട്. അത് ബോധ്യപ്പെടാത്ത ആരും ആ നാട്ടിലില്ല. ഓലെ കണക്കില് ഓല് കേട്ടതൊക്കെ സത്യമാണ്. അതിനോൽക്ക് തെളിവുണ്ട്. നമ്മളെ കയ്യിൽ നിരപരാധിത്വം ബോധ്യപ്പെടുത്താനുള്ള തെളിവില്ല. ആയിഷ ബീവിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടില്ലേ? വഹി ഇറങ്ങിന്റെ ശേഷമല്ലേ റസൂലിന്റെ മനസ്സ് തണുത്തത്. ഇന്ന് നമ്മളെ നിരപരാധിത്വം തെളിയിക്കാൻ വഹി ഇറങ്ങൂല. പക്ഷെ അന്ന് നബിക്ക് വഹി ഇറക്കി കൊടുത്ത പടച്ചോൻ ഇന്നുണ്ട്. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓനോട് പ്രാർത്ഥിക്കുക എല്ലാവരും. ഓള് നിരപരാധിയാണെങ്കിൽ നിങ്ങളെ കണ്ണീരിന് വില ഉണ്ടാവും. ആരാൻ്റെ അമ്മക്ക് പിരാന്തായ കാണാൻ നല്ല രസാന്ന് പറഞ്ഞ മാതിരി ഈ വാർത്തപ്പ നാട്ടുകാർക്ക് നല്ല കിട്ടലാ. ഇനി പൂരിപ്പിക്കാനുള്ളിടത്തൊക്കെ ഓല് പൂരിപ്പിച്ചോളും. പക്ഷെ വിവരമില്ലാത്തവരെന്തെങ്കിലും പറയണ കേട്ടിട്ട് ഈ അവിവേകമൊന്നും ചെയ്യരുത്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വിവേകമില്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സ്ഥാനത്ത് ആരായാലും അതൊക്കെ ചെയ്യും. പക്ഷെ ഈ അങ്ങനെ ആകരുത്, കുട്ടിയസന്റെ മോനാണെങ്കിൽ.
ആചാര്യ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഈ അവസ്ഥയിൽ എനിക്ക് ബന്ധം പിരിയാനാണ് ഇഷ്ടം. അതുകൊണ്ട് അത് നിലനിർത്താൻ നിങ്ങൾ ആരും കഷ്ടപ്പെടണ്ട. പക്ഷേ എനിക്കൊന്നും അറിയണം, ഈ പെങ്ങളെ കുറിച്ച് ആങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. നമ്മുടെ ഉമ്മയും ബാപ്പയും എനിക്കും നിനക്കും തന്നത് ഒരേ ചോറാണെങ്കിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കൊരു തെറ്റും ചെയ്യാൻ കഴിയില്ല. കരയണ്ട. ജീവിതത്തിന്റെ വാതിൽ ഒരാൾ അടച്ചാലും തുറക്കാൻ മറ്റൊരാളുണ്ടാവും. ഇനി അതില്ലെങ്കിൽ പോലും എന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ സംരക്ഷിക്കും. കാണുന്നതേ
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുട്ടിയാക്ക, ഇതാണ് എന്റെ അളിയനെ. പാപ്പുട്ടിയെ, കാര്യങ്ങളൊക്കെ അളിയനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? എപ്പോഴും ചെക്കിംഗ് ഉള്ള സ്ഥല. കണ്ടറിഞ്ഞ് നിന്നാല് കുറച്ചു ദിവസം പിടിച്ചിക്കാം. ചെക്കിങ് പെട്ട പുറത്തിറക്കാൻ മാത്രം വാസ്തുള്ള ആളല്ല കുട്ടിയാക്ക. താമസിക്കാൻ ഒരുങ്ങിട്ടല്ലേ വന്നിക്കണത്? നാളെ മുതൽ ഇവിടെ താമസിക്കാം. ഒന്നുകൂടി എന്റെ കൂടെ നിൽക്കട്ടെ. വൈകുന്നേരം 5 മണിക്ക് തന്നെ ഫ്രീ ആക്കിയാൽ എനിക്ക് അവിടെ തന്നെ താമസിക്കാമല്ലോ. ഡ്യൂട്ടി ടൈം എനിക്ക് 4-5 മണിക്കൂർ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. അളിയ അളിയ, ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇതിലെ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് അവസാനം കുട്ടിയാക്കാന്റെ കാലുടിച്ചിട്ട് കിട്ടിയതാ ഈ ജോലി. ഇത് കൊളാക്കരുത്. ഇവിടെ വാ വാ. എന്നാ നമുക്ക് ഇപ്പം തന്നെയാണ് തുടങ്ങാം. ആദ്യം ഗ്ലാസ് കഴുകി തുടങ്ങിക്കോ. പ്ലേറ്റ് ഇപ്പം വരും. നല്ലോണം വൃത്തിയാവണം. നാട്ടിലത്തെ മാതിരിയല്ല, ഇത് ഗൾഫാ, ഗൾഫ്. എന്റെ സ്റ്റാൻഡേർഡിന് ചോദിച്ച ജോലിയൊന്നല്ല ഇത്. ഇതൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. മഞ്ചേരിയിൽ പാണ്ടിക്കാട് റോഡിൽ ഒരു കൂൾ ബാർ ഷോപ്പ് ഉണ്ട്. അതാരതാന്ന് എനക്കറിയോ? അറിയില്ല. അത് എന്റേതാ. ഇതുപോലെ ഗ്ലാസ് കഴുകിയിട്ടുണ്ടാക്കിയതാ. അരീക്കോട് റോഡില് ഒരു ഫർണിച്ചർ കടയുണ്ട്. അതാരതാന്ന് എനക്കറിയോ? എനിക്കറിയില്ല. എന്റേതാ. ഇതുപോലെ പ്ലേറ്റ് കഴുകിയിട്ടുണ്ടാക്കിയതാ. അത് കോഴിക്കോട് റോഡില് ഒരു ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട്. അതാരതാന്ന് എനക്കറിയോ? ഇല്ല. ഇന്റേതാ. ഇതുപോലെ പ്ലേറ്റ് കഴുകിയിട്ടുണ്ടാക്കിയതാ. അത് നിങ്ങൾക്ക് മലപ്പുറം റോഡിലെ സ്ഥാപനം ഒന്നുമില്ല? ഇല്ല. എന്നാലേ ബാക്കിയുള്ള പ്ലേറ്റും കൂടി കഴുകിയിട്ട് അവിടെയും കൂടി ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കോളി. ഇവിടെ വാ മോനെ. മോനിക്ക് ക്യാഷ്യർ ആയിട്ടിരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവോ? അങ്ങനെയുള്ള ജോലിയാണെങ്കിൽ ഓക്കെ. മോൻ ബാ. ഇവിടെ വാ പറയട്ടെ. ഇനി ഈ പരിസരത്ത് എങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചവിട്ടി ഊരെ ഞാൻ മുറിക്കും. ഓടാ അവിടുന്ന്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയേ. അതോ ചർച്ചക്ക് വന്ന ആൾക്കാർ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണത്ര ആൾക്കാരെയും കൊണ്ട് ഞാൻ വരാം. ഇന്നെക്കാളും പൗറും പത്രാസും ഉള്ള ആൾക്കാർ വേറെയുണ്ട് നാട്ടിലേ. അതൊന്നും അല്ല ആചാര്യ. പിന്നെ എന്താണ്? എനിക്ക് വളച്ചു കെട്ടി സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ടാ നേരിട്ട് ഈ വിഷയം സംസാരിക്കാൻ ഞാൻ തന്നെ വന്നത്. പാവപ്പെട്ട ഒരു പെൺകുട്ടിക്കും വേണ്ടി എത്ര താന്നു നിൽക്കാനും ഞാൻ തയ്യാറാ. അതിനിപ്പോ ആചാര്യ, ഇത് കേസ് വേറെ ആയി പോയില്ലേ? അത് ഞാൻ വിശ്വസിക്കൂല കാതറേ. ഞാന് എന്നല്ല, ഞങ്ങളെ നാട്ടിലുള്ള ആരും അത് വിശ്വസിക്കൂല. കാരണം ആ വീട്ടുകാരെ പറ്റി ഞങ്ങൾക്ക് നല്ലോണം അറിയാം. മുന്താസിന് പണ്ടം കുറഞ്ഞു പോയി എന്നുള്ള വിചാരമാണെങ്കിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, നിങ്ങൾ ചോദിക്കണ തരാൻ ഞാൻ തയ്യാറാ. അതിനിങ്ങനൊരു നാടകങ്ങളിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. രണ്ടാലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ പോരാ. ഈ കേട്ടില്ലേ ആചാര് പറഞ്ഞത്? കേട്ട്. എന്നാല് ഞമ്മള് വിട്ടുവീഴ്ച ചെയ്ത് ഓളങ്ങോട്ട് കൊണ്ടുവരിക. പണ്ടും പൊന്നും കുറഞ്ഞു പോയി എന്നുള്ളതാണല്ലോ പണ്ടേ എന്റെ പരാതി. അതെത്ര വേണമെങ്കിലും തരാൻ ഓല് തയ്യാറാ. എന്നാലും ഒരു കുട്ടിന്റെ ജീവിതം ഞമ്മളായിട്ട് നശിപ്പിക്കണ്ട. എന്തേ ഇങ്ങള് തൽക്കാലം ആചാര പറഞ്ഞേക്കാൻ നോക്കി. നാളെയോ മറ്റന്നാളോ വിവരം അങ്ങോട്ട് അറിയിക്കാന്ന് പറഞ്ഞേക്കി. ഞങ്ങൾ ഒന്നുകൂടി ആലോചിക്കട്ടെ അയ്യാരി. നാളെ മറ്റന്നാളോ വീരാട്ടോ അറിയിക്കാം. ആയിക്കോട്ടെ. പക്ഷെ അറിയിക്കണ വിവരം ആ കുട്ടിക്ക് അനുകൂലമായിരിക്കണം.
അല്ല എനിക്കറിയാഞ്ഞിട്ട് ചോദിക്ക ഇങ്ങക്ക് എന്താ ഒരു ഇളക്കോ? ന്യായക്കേടിന് കൂട്ടിക്കാൻ പറ്റാത്തോണ്ട് തന്നെ കുറച്ചുകൂടി പണ്ടം കിട്ടിയ അന്റെ പ്രശ്നം തീരൂലും വയ്യ. പണ്ടം കിട്ടിയാ ഞമ്മക്കുണ്ടായ ചീത്തപ്പേര് മാറുവോ? ചിലക്കാതെ പോച്ചെത്താനകത്ത് ഇങ്ങക്കൊന്നല്ലേ കേക്കേണ്ടത്, എനിക്കിനി ഇതില് വർത്താനല്ല. ക്ലാസ്സിന് ലീവിന് നാട്ടിക്ക് വരുന്നതിന് മുമ്പ് മുംതാസിന്റെ മൊയ്യല്ലേ കത്ത് ഓളെ കയ്യിൽ കിട്ടും. ഇനി അതല്ല മരോളെ കൊണ്ടുവരണമെന്നാണ് നിങ്ങളെ പൂതിയെങ്കിലേ ഇങ്ങക്ക് പിന്നെ ഓള് മതിയാവും. ഉമ്മയാനെ പിന്നെ ഇവിടെ കാണൂല. എന്നെയും കാണൂല. ആ ഞാൻ ഇന്നെ ഓനക്ക് കത്തയക്കാൻ പോവാ. അതിൽ ഇടപെടങ്ങൾ വരരുത്. ആ എങ്ങട്ടാ ഈ ബാണം വിട്ട മാതിരി? അതെല്ലാം വലിയൊരു കഥയാണ്. കഥ കേക്കണെങ്കിലേ ഇജ്ജ് 4 ചായക്ക് പറ. ഇന്ന് ചായയും കഴിയും ഇന്റെ വക. കാരണം എന്താണെന്നറിയോ? പൈസ വീണ് കിട്ടിണ്ടാവും അല്ലേ? അല്ലടാ മൊയിന്തേ, ഇന്റെ പെണ്ണുങ്ങള് ദുബായിൽ നിന്ന് പൈസ അയച്ചിക്കണ്. ഈ ബീരാന്റെ തലേ വരച്ച കൊള്ളിയോണ്ട് ഒരു ഏറ് കിട്ടിയാ മതി നീക്കൊക്കെ. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഇദ്രസേ. അന്റെ പെണ്ണുങ്ങൾക്ക് വിസ കൊടുത്ത ആളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. എനിക്കും വേണത്. എന്നിട്ട് വേണം പെണ്ണുങ്ങളെ ഗൾഫ് കറണച്ച് ഇവിടുന്ന് വലസാൻ. ഓ എന്തൊരു സുഖമായിരിക്കും അത്. പെണ്ണുങ്ങളെ ഗൾഫിക്ക് പറഞ്ഞേച്ചി ഓല അയച്ചു തരുന്ന ശമ്പളം തിന്നു തീർക്കുന്നവരൊന്നും ആണുങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. കേട്ടില്ലേ ആണല്ലാന്ന്? അസൂയാണ് ഐത്രോസേ, അസൂയ. മാസാമാസം എനിക്ക് ഡ്രാഫ്റ്റ് വരുന്നതിൽ അസൂയ. ഈ ഒരു വിസ കൊടുത്തോക്ക്. ഓൻ്റെ പെണ്ണുങ്ങളെയും ഗൾഫിക്ക് പറഞ്ഞാച്ച് ഈ ചായക്കടയും പൂട്ടി ദിനേശ് പീടിയും വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവേ. അതിന് കുഞ്ഞാലി വേറെ ജനിക്കണം. അന്റെ സൗര്യക്കേട് കൊണ്ടല്ലോടോ അന്റെ കെട്ടിയോട് ഗൾഫിക്ക് കിടന്നത്. എന്നിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് വല്ല സൗര്യമുണ്ടോ? ഇതിലിപ്പം വീരാക്കാനെ മാത്രം കുറ്റം പറഞ്ഞതിൽ അർത്ഥമല്ല. അയമാക്കിയും രായും കുട്ടിയാക്കിയൊക്കെ പെണ്ണുങ്ങൾ നയിച്ചോണ്ടിരുന്നോണ്ടല്ലേ 3 നേരം ഉരുട്ടിത്തള്ളണത്. ഇവര് രണ്ടാളും ആണുങ്ങളെ കൂട്ടത്ത് പെട്ടോലല്ല എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ. നാട്ടുകാരെ മുഴുവൻ ആണും പെണ്ണും തിരിക്കല എന്റെ പണി. ഒരു ചായക്ക് പറഞ്ഞിട്ട് മണിക്കൂർ 1 ആയി. കടിയും പറഞ്ഞിട്ടുണ്ട്. ചായയും കടിയൊക്കെ തരാ, പക്ഷെ ആ ചായന്റെ ഉത്തരവാദിത്തം ആർക്കാന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് ബീരാന്റെ വകയാണെന്ന് വന്ന് കേറിപ്പോ തന്നെ പറഞ്ഞേക്കണ്. അത് ഈ പറഞ്ഞിട്ട് കാര്യമല്ല, ഓന്റെ തൊള്ളോണ്ട് പറയട്ടെ. നിങ്ങള് 4 ആളും കൂടി കോളർക്ക് പിടിക്കാനേ നിന്റെ തടിക്ക് ആക്കം കുറവാ. പൈസ ഞാൻ തരും കുഞ്ഞാലി. അത് പേര് ഒപ്പിട്ട് തരണോ? എന്നോടെപ്പോഴും ചോദിക്കണമെന്ന് കരുതും. നമ്മളെ കാതിരാക്കാൻ്റെ മരുവള സ്ഥിതി ഇപ്പം എന്താ? എന്ത് സ്ഥിതി? ഓളെ പൊരേക്ക് പറഞ്ഞു വെച്ചിട്ട് മാസം 1 ആയി. കാര്യം തീർക്കുവോ? അത് വേറെ രസം. കാര്യം തീർപ്പിക്കണമെന്നും പറഞ്ഞ് ചാടിക്കളിക്കുകയാണ് തള്ള. തന്തയാണെ അതിന് വഴങ്ങണമില്ല. ഇനി എന്തിനാണ് കാത്തിക്കണത്? കാര്യം തീർക്കാൻ പറയ്. ഓക്ക് വേറെ പുതിയാപ്പളിനെയും ഓനൊരു പുതിയണ്ണിനെയും ഞാൻ ഉണ്ടാക്കി കൊടുക്ക. നമ്മളെ ബിസിനസ്സും നടക്കട്ടെ. അല്ല സംഗതി വല്ലതും നടന്നിട്ടുണ്ടോ? എൻ്റെ അടുത്ത് വല്ല കഥയുണ്ടോ? സുൽഫീഖർ അവിടെ ഇടക്കിടക്ക് വരേണ്ടത് എനിക്കറിയാം. ഓൻ എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അന്ന് വന്നപ്പോൾ ഓരോ കഷ്ടകാലത്തിന് നമ്മളെ ലീക്ക് വീരാൻ പറഞ്ഞ മാതിരി സംഗതി എങ്ങനോ ലീക്കായി. അല്ലെങ്കിലും ഗൾഫുകാരെ പെണ്ണുങ്ങള് എത്ര കാലം വെച്ചിട്ടാ പിടിച്ചു നിൽക്കുക. അല്ല നിങ്ങക്ക് ചായക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈ എടുക്കട്ടെ? ചായക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈയോ? ഗൾഫുകാരെ പെണ്ണുങ്ങളെ ഇറച്ചി തിന്നണേക്കാൾ നന്നാവും ബീഫ് ഫ്രൈ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ചെറുത്താമാരെ. ആ പാവങ്ങൾ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഓഹരി നിങ്ങൾക്കും കിട്ടില്ലേ പല രീതിയിലും. ഗൾഫുകാർ വന്നെന്ന് കേട്ടാൽ മടമ്പുകാലും പെരട്ടി കുത്തി മണ്ടല്ലേ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഓല തുറക്കാൻ. എന്നിട്ട് ഓല പെണ്ണുങ്ങളെ വട്ടം കൂടി തിന്നു അവിടെ. ഇനി ഒരക്ഷരം ഇവിടെ നിന്ന് മിണ്ടിയാൽ 5 എണ്ണത്തിന് മോന്തമലി തിളച്ച വെള്ളം വാരും കുഞ്ഞാലി. കുഞ്ഞാലി ഞങ്ങൾക്ക് മുഴുവൻ അറിയില്ല, എന്റെ ചായ ഞങ്ങൾ കണ്ടുള്ളൂ. ബീരാനെ അതിനിടക്ക് കടി പറയാൻ മറക്കണ്ട. അത് വേഗം പള്ളയിലാക്കി സ്ഥലം വിട്ടാല് നാളെ ഈ മോന്തിയായിട്ട് നാട്ടുകാരെ മുമ്പിൽ ഇറങ്ങി നടക്കാം. നിങ്ങൾക്ക് കോഴി ബിരിയാണി വാങ്ങിത്തരിഞ്ഞേ, പക്ഷേ ഇവന്റെ പിടിയെന്ന് ഇനി ഒരു മുറുക്ക് വെള്ളം ഈ ബിരിയാണി കുടിക്കൂല. ആ ആവൂ സമാധാനായി.
നിങ്ങൾക്ക് എങ്ങോട്ടാ? അപ്പൊ കോഴി ബിരിയാണി മേടിച്ചതാന്ന് പറഞ്ഞില്ലേ, അതെവിടുന്നാ? കോഴി ബിരിയാണിയോ? ആ, അതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ അതിന് പുറപ്പെട്ടതാ നിങ്ങള്. മുണ്ടാതെ പോയിക്കോളി ഇവിടുന്ന്. ആ നടക്കി. ആ, കൊറേ ദിവസമായി നിങ്ങളൊന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതെങ്ങനെയാ? കാതറാക്ക ഇവിടെ ഉള്ളപ്പോ വരാൻ ധൈര്യം കിട്ടുന്നില്ല. ഇപ്പൊ മൂപ്പര് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടാ ഞാൻ വന്നത്. അല്ല, നിങ്ങളെ വിചാരം എന്താ? എനിക്കറിയാൻ വിചാരത്തോട് ചോദിക്കുക. എന്തേ? ഒരുത്തി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ട് ഓളെ പിന്നെയും വെച്ച് കുത്തിരിക്കണ എന്താന്ന്? ആരാ വെച്ച് കുത്തിരിക്കണത്? ഓളെ ഉടനെ കാര്യം തീർക്കണമെന്ന് പറഞ്ഞ് ഇന്റെ മോനെ കത്തെഴുതി വെച്ചിട്ട് ദിവസം 3 പോസ്റ്റ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ? ഇവിടെ 2 ആണുങ്ങൾ ഉള്ളത്, 2 ഓളെ ഭാത്താ. അതുകൊണ്ട് കത്ത് ഓല് പോസ്റ്റ് ചെയ്യും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് ഒട്ടിക്കാനൊന്നും എനിക്ക് അറിഞ്ഞും കൂടാ. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് നിങ്ങൾ ഇന്നോടൊന്ന് പറഞ്ഞോ? അല്ല പറഞ്ഞോ? നിങ്ങൾ ചെന്ന കത്തെടുത്തോണ്ട് വരീന്ന്. വീരാൻ പോയോ? നമ്മളുണ്ട്. കരണ്ട് നോക്കിയാണ്. സ്റ്റാമ്പിന്റെ പൈസ മാണ്ട. സ്റ്റാമ്പിന്റെ പൈസ ഇന്റെ വക. നല്ലൊരു കാര്യത്തിനല്ലേ. മാത്രല്ല ഇതിന്റെ കൊണം കിട്ടാൻ പോണത് എനിക്കല്ലേ. ഇതുകൊണ്ട് അനക്കെന്താ കൊണോ? അതൊക്കെ ഉണ്ട്. നിങ്ങൾക്കും ഉണ്ട് കൊണം. നിങ്ങളെ മോൻ നാട്ടിക്ക് വന്നാല് ഓനെ പെണ്ണ് കെട്ടിക്കുന്നത് പിന്നെ ഞാനാ. പെണ്ണ് ഏത് ചാണപ്പറിച്ചാണെങ്കിലും വേണ്ടില്ല, പണ്ടും പണം നല്ലോണം കിട്ടണം. അത് ഞാനേറ്റ്. എന്തോ ഒരു കള്ളകളി ഉണ്ടല്ലോ എനിക്ക്. ആ ഇതിപ്പോ എന്തിനാന്ന് മനസ്സിലായില്ല. നിന്റെ പെണ്ണുങ്ങള് ഗൾഫിലാണെന്ന് എനിക്കറിയാലോ. ആ അത് ശരി. ഓളിപ്പോ പൈസ അയച്ചിട്ടുണ്ടല്ലേ? അടുത്ത മാസം പൈസ അയക്കുമ്പോ ഒരു 250 എങ്കിലും തരണം. 100 ഒന്നും ഇപ്പൊ ഒരു സംഖ്യ അല്ല. ഈ എന്താണ് പറയണത്? ഇത് അഡ്വാൻസ് ആണ്. അഡ്വാൻസോ? അതെന്തിന്? അതെ, ഞാൻ ഏതായാലും ഇവിടെ വെറുതെ ഉത്തരിക്കുക. കൂട്ടിനൊരാളില്ലാത്തോണ്ട് വല്ലാത്തൊരടങ്ങാറ്. അപ്പോ ഒരു പെണ്ണ് കെട്ടണമെന്നുണ്ട്. അത് ഈ ശരിയാക്കി തരണം. അന്റെ പെണ്ണുങ്ങളോട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയും. അപ്പൊ പിന്നെ എന്റെ ചെലവക്കാർ നോക്കും, ഈ നോക്കുവോ? അനക്ക് ഞാൻ ഒരു കല്യാണം ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ. എന്നാലും ഞാൻ നോക്കാം. പക്ഷേ ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല. തുടക്കം നന്നായി വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒടുക്കം ചക്കച്ചവണി അണ്ണാക്ക് കുടുങ്ങിയ മാതിരിയായി പോരുത്. ഇല്ല, സ്ത്രീധനത്തിന്റെ 15% അനക്ക്. വീരാൻ വാക്ക് പറഞ്ഞാ വാക്കാ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാം. പെണ്ണ് തെരഞ്ഞ് ഈ നാടായ നാട് മുഴുവൻ നടക്കണ്ട. പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ അതൊന്ന് ഏലാക്കി തന്നാ മതി. മൂർഖമ്പാമ്പിന് ചേര കടിച്ചേ. ആക്കെ പോട്ടെ, ഏതാ പെണ്ണ്? നമ്മളെ കാതറാക്കാന്റെ മരുമോളില്ലേ, ആ സുൽഫീക്കർ പഴപ്പിച്ച പെണ്ണ്. ഓൾ എന്തായാലും മൊയ്യലിക്കണം എന്നാണ് കാതറാക്കാന്റെ പെണ്ണുങ്ങളെ തീരുമാനം. അപ്പൊ പിന്നെ ആ കുട്ടിക്കൊരു അണതുണ വേണ്ടേ? അന്റെ പേഴ്സിൽ 500 നോട്ടുണ്ടോ? എന്തിനാ? ഉണ്ടോ നോക്ക്. ഇതിലൊക്കെ 100 നോട്ടാ. 300 ഉള്ളൂ. 300 300. എന്തിനാ ഞാനിപ്പോൾ ഇത് എടുത്തതെന്ന് ആലോചിക്കുണ്ടാവും. പറഞ്ഞുതരാം. അതായത് ഈ ഇപ്പം പറഞ്ഞ ആലോചനന്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം 300 റുപ്യന്റെ തൈല എനിക്ക് ആവശ്യം വരും. അതിനാണെന്ന് കൂട്ടിക്കോ. പിന്നെ
ഈ ആ പെണ്ണിന്റെ അഡ്രസ് മുഴുവൻ അങ്ങോട്ട് വാങ്ങി തരണം. മാത്രല്ല ഓളെ മൊയ് ചൊല്ലും എന്നുള്ളതിന് ഉറപ്പും കിട്ടണം. ബാക്കി കാര്യം ഞാനേറ്റ്. ഈ ധൈര്യമായിട്ട് പോ. ആരാ മനസ്സിലായില്ലല്ലോ? കുട്ടിയസനാക്കന്റെ വീട് തന്നെയല്ലേ? അതെ, ഞാനാ കുട്ടിയസൻ. എന്താ കാര്യം? കാര്യമൊക്കെ പറയാ, നിങ്ങൾ കണ്ടിരിക്കി. നിങ്ങളെ മകള് മുംതാസിനെ തൊലാഖ് ചെല്ലിക്കാനുള്ള കത്ത് കുവൈത്തേക്ക് പോയ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞു. അപ്പോൾ 2-3 ആഴ്ചൻ്റെ ഉള്ളിൽ തൊലാഖ് ചൊല്ലിയ വിവരം വടത്തും. പക്ഷെ അതുകൊണ്ട് മകള് കാലാകാലം കണ്ണീര് കുടിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതുകൊണ്ട് ഓക്കൊരു ജീവിതമായിട്ടാണ് ഞാൻ വന്നത്. വാ, ഇതാണ് ഓളെ ജീവിതം. എങ്ങനെയുണ്ട്? ഇതാ ബീരാനല്ലേ? അപ്പൊ എനിക്ക് ആളറിയാം. അതുകൊണ്ട് സംഗതി എളുപ്പമായി. നിങ്ങൾ ഇതുവരെ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാ ഈ ഫോട്ടോ? ഇത് നല്ല കൂത്ത്. എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്നെ അങ്ങനെ ആരും ചിരിപ്പിച്ചില്ല. ഇനി എന്നെ നിങ്ങൾ ചിരിപ്പിച്ചല്ലോ. തിരൂരങ്ങാടി മുഴുവൻ കറങ്ങിയിട്ടും തിരൂര് എവിടെ എനിക്ക് മനസ്സിലായില്ലേ? ഇയാള് നിങ്ങളെ മകള് മുംതാസിനെ കെട്ടാൻ പോണ ആളാ. കാര്യം തീർത്ത കത്ത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോ കല്യാണത്തിന്റെ കത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോണം. എങ്ങനെയുണ്ട്? നിങ്ങളൊന്നിന് വരി. സ്ത്രീധനത്തിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും. സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ അപ്പൊ അവിടെ തന്നെ സംസാരിച്ചാൽ മതിയല്ലോ. അത് ഇനിയിപ്പോ എത്ര ആയാലും കുഴപ്പമില്ല. എനിക്കുള്ള കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. ഓൻ്റെ പങ്ങൾക്കൊരു ജീവിതം കൊടുക്കാനാണ് ഞാൻ വന്നത്. ഇപ്പം എനിക്ക് ജീവിക്കണമെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒരു ജീവിതം കിട്ടണം. ഏത് ആശുപത്രി അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളതേക്കും? ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. ആരാണ്? കുവൈത്തുന്നാ. ഉസ്സൻകുട്ടിയാക്കാന്റെ മകൻ ബാപ്പുട്ടിയാണേ. എന്തൊക്കെ കുട്ടിയാ എൻ്റെ വർത്താനം? സുഖാണേ. എന്നാലേ ഈ വിളിച്ച കാര്യം വേഗം പറഞ്ഞോ, പൈസ കളയണ്ട. ഞാനൊരു കല്യാണക്കാരെ അന്വേഷിക്കാൻ വിളിച്ചതാ. നമ്മുടെ കുട്ടിയസാക്കാന്റെ മകള് മുംതാസിന് പറ്റിയൊരു പുതിയാപ്പള്ളുണ്ട് എൻ്റെ കയ്യില്. ഓൻ 2 ആഴ്ച ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കിയാലോ? ഓൻ എങ്ങനെ കുട്ടിയാള്? മര്യാദക്കാരനാ? 100% വിശ്വസിക്കാം. സൽസ്വഭാവിയായ ഒരു കുട്ടീനെ കിട്ടണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാ ഞാൻ മുംതാസിനെ തന്നെ പറഞ്ഞേ. ഓൻ്റെ ഉമ്മാക്ക് പണ്ടത്തിലും പണത്തിലും ഒക്കെ കുറച്ച് കണ്ണുണ്ട്. പക്ഷെ ഓനക്കതൊന്നും ആവശ്യമില്ല. അങ്ങനത്തോലാണ് വേണ്ടത്. പണ്ടവും പണവും അല്ല കാര്യം. ആ കുട്ടീനെ കെട്ടിയാൽ ഓനക്ക് ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്തുണ്ടാവും പറയും. എന്താ ഓൻ്റെ പേര്? ഫാസിൽ എന്നാ പേര്. കുട്ടിയസന്റെ മകളെ അനക്ക് നല്ലോണം അറിയാലോ. പുതിയാപ്പളിനെ പറ്റി അനക്കാണ് അറിയാം. ഏതായാലും കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു നോക്കട്ടെ. എൻ്റെ കണക്കൂട്ടൽ പേക്കൂലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വലൈക്കുമുസ്സലാം. ആജിയാർ ഇടപെട്ടാല് മിക്കവാറും സംഗതി നടക്കും. പ്രാർത്ഥിച്ചോ. മുംതാസിനെ ഭാര്യയായി കിട്ടിയാല് അതെന്റെ ഭാഗ്യമായിരിക്കും.
വേണ്ടോ ഉളുപ്പ്? 500 ഉറുപ്പ്യം പറ്റിച്ച് പോയതല്ലേ. നാളെ വരുമെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നേക്ക് 9 ദിവസമായി. കണ്ണിൽ മണ്ണിന് വെച്ച് നമ്മൾ കാത്തിക്കണ്. ബ്രോക്കർമാരെ ആ ചീഞ്ഞ സ്വഭാവം ഈ മാറ്റൂല. നമ്മൾ ഓരോ ദിവസവും തള്ളി നിൽക്കിയത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. 9 ദിവസമായിട്ട് ഞാൻ എവിടെ ആയിരുന്നു എന്നല്ല എനിക്ക് അറിയേണ്ടത്. ബാ, അത് കുറച്ച് സ്വകാര്യത്ത് പറയേണ്ടതാ. അത് ഇവിടുന്ന് പറഞ്ഞാൽ പോരെ? അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം വീരാനെ, പറഞ്ഞാൽ തിരിയൂല. പിന്നെ ഞാൻ ആർക്കെങ്കിലും ജീവിതം കൊടുക്കണം തോന്നുമ്പോൾ എന്നോട് പറയണ്ടേ, ഞാൻ വേറെ ആളെ പറഞ്ഞയച്ചാറുണ്ട്. ആ താത്തേ, മകൻ വരാനാവുമ്പോ പറയണം. പെൺകുട്ടികൾ അമ്പാടുണ്ട്. പണ്ടും പണും പള്ള നിറച്ചും വാങ്ങി തരാം. മകൻ ഈ മാസം അവസാനം വരുന്നുണ്ട്. 75 പവനും 1.5 ലക്ഷം ഉറുപ്പിയും കിട്ടണം. അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ആ, അത് ഞാനേറ്റ്. എന്നാൽ ഇന്ന് എന്നെ തെരച്ചിൽ തുടങ്ങിക്കോ. ആ, കുഞ്ഞലിയാക്ക നിക്കി. ആ ഉബൈദോ, ഈ എന്നേ വന്നത്? ഇന്നലെ. തടിയൊക്കെ നന്നായിട്ടുണ്ട്. രാവും പാലും ചിക്കൻ അല്ലേ തട്ടുന്നത്? എന്ത് ചിക്കൻ? കുഞ്ഞാലിയാക്കൻ്റെ പൊറാട്ടയും ബീഫും. അതിനേക്കാൾ ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ലോകത്തെവിടെയും കിട്ടൂല. അത് തർക്കടില്ല. കേൾക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. വന്നതിന്റെ പിറ്റേന്ന് തന്നെ തുടങ്ങി യൂത്ത്. അല്ല, പണ്ടേ ജയിന്റെ ഒരാളാണല്ലോ. അതൊക്കെ പോട്ടെ, ഇതിപ്പം കേട്ടാ വലിയൊരു പൊരിയൊക്കെ ആയിട്ടുള്ള പൂക്ക്. കരീമിന്റെ വീട്ടുകാ, ഓന്റെ കെട്ടിയൊക്കെ ഉള്ള സാധനങ്ങൾ അതൊക്കെ. അന്റെ വലിയ ദോസ്താണല്ലോ ഫാസില്. ഓന്റെ പെണ്ണുങ്ങളെ വിശേഷം കേട്ടണല്ലോ. അല്ല കുഞ്ഞാലിയാക്ക, അതിൽ വല്ല സത്യമുണ്ടോ? സാഹചര്യം വെച്ച് നോക്കുമ്പം അതിൽ സത്യമുണ്ട്. പക്ഷെ ആ പെൺകുട്ടിനെ പറ്റി കേട്ടോടത്തോളം വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. സത്യാവസ്ഥ സുൽഫീക്കറിന് മാത്രമേ അറിയുള്ളൂ. ഓള് വിളിച്ചിട്ട് ചെന്നതാണ് എന്നാ ഓന്റെ സംസാരം. ഈ ഒന്ന് മനസ്സ് വെച്ചാല് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അത് എൻ്റെ സുഹൃത്തിനോട് ചെയ്യണ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അതിൻ്റെ ഒക്കെ അപ്പുറം ആ കുട്ടി നിരപരാധിയാണെങ്കിൽ അത് നാട്ടുകാരെ മുന്നിൽ തെളിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. മുംതാസിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താത്തെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ആവാൻ എനിക്കൊരു കാരണമുണ്ട്. നീ എന്താ തരേണത്? ഒരു പുസ്തകം. എവിടെ വെച്ചെന്ന് ഓർമ്മല്ല. അതെങ്ങനെ ഈ മുറിയിലുണ്ടാവാ? കുന്തം പോയാൽ കുടത്തിലും തിരയണമെന്നാണല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞാ നിനക്ക് എന്നോട് ഇഷ്ടക്കേടാവോ? ഏയ്. എങ്കിൽ ഞാൻ പറയാം. നീ പെട്ടെന്ന് ഈ മുറിയിലേക്ക് കയറി വന്നത് ശരിയായില്ല. ഞാനൊരു അന്യനാണോ താത്ത? അതുകൊണ്ടല്ല. മറ്റൊരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നതും സ്വന്തം വീട്ടിലെ തന്നെ മറ്റുള്ളവരുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നതും അനുവാദത്തോടു കൂടി വേണം. നിന്റെ പെങ്ങളുടെ മുറിയിലേക്കാണെങ്കിൽ പോലും പെട്ടെന്ന് കയറി ചെല്ലാൻ പാടില്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. ഇപ്പൊ ഉമ്മ വരുമ്പോ നീ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് കണ്ട അതിനോട് ചേർത്ത് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത് നിനക്കറിയോ? പ്രത്യേകിച്ചും ഫാസിൽക്ക് ഗൾഫിലായ സ്ഥിതിക്ക്. ഗൾഫുകാരുടെ ഭാര്യമാരെ പറ്റി വീട്ടുകാരായാലും നാട്ടുകാരായാലും എന്തും പറഞ്ഞു പരത്താമെന്ന പൊതുനിയമം. ഭർത്താവിന്റെ ജ്യേഷ്ഠനായാലും അനിയനായാലും ഒരു നിശ്ചിത പരിധിക്കപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നത് ചില വീടുകളിലെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കിയതായി എനിക്കറിയാം. താത്ത എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു അല്ലേ? അല്ലടാ, നീ നല്ല കുട്ടിയാണ്. അതുകൊണ്ടല്ലേ ഞാനെല്ലാം തുറന്ന് സംസാരിക്കുന്നത്. ഈ വീട്ടിൽ എന്റെ ഭാഗം നിൽക്കാൻ നീ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഞാനിവിടെ അനുഭവിക്കുന്നതൊക്കെ നീ കാണുന്നില്ലേ? എല്ലാം സഹിച്ച് ഞാനിവിടെ കഴിയുന്നത് ഫാസിൽക്കായ്ക്ക് വേണ്ടിയാണ്. മുംതാസിന്റെ കല്യാണം ഉണ്ടാക്കിയത് നിങ്ങളാണല്ലോ. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് അവനോടൊന്ന് ഒരു കാര്യമല്ല. ഇവിടെ കിട്ടിയ വിവരമനുസരിച്ച് ഏതൊരു ഭർത്താവിന്റെ ഹൃദയം പൊട്ടിപ്പോണ വാർത്തയാണത്. ഒരു ഗൾഫുകാരന്റെ മനസ്സ് ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ കേട്ട സംഭവത്തിൽ ഒരു സത്യമില്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം. അതുവരെ നിങ്ങൾ ഫാസിലിനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണം എന്നല്ലേ? അതെ. ഇപ്പൊ എനിക്ക് ഈ കാര്യം നിങ്ങളോടല്ലാതെ ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല. 4-5 ദിവസമായിട്ട് ഞാൻ ഫാസിലിനെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുക. മറുപടി കിട്ടൂല. മൊബൈൽ ഓഫിലാ. ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടും കാര്യമല്ല, അവൻ എടുക്കൂല. ലീവ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഓഫീസിൽ പോവാറുമില്ല. ഇനി ഒന്നും കൂടി പറയാം,
കാര്യങ്ങൾ മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. നിന്നെ ഞാൻ സമ്മതിച്ചു. ഏത് പ്രശ്നത്തിലും നീ ഉണ്ടാവുകയും ചെയ്യും, സുന്ദരമായി തലയുരുകയും ചെയ്യും. വേണ്ട വേണ്ട. കുറച്ച് ധൈര്യവും കുരുട്ടുബുദ്ധിയും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിനക്കും കഴിയും. ഇന്നലെ ഇങ്ങനൊരു കെണിപ്പെടുമെന്ന് സ്വപ്നത്തിൽ കൂടി ഞാൻ വിചാരിച്ചല്ല. പക്ഷെ പെട്ടപ്പോൾ മുന്താസ് വിളിച്ചിട്ട് വന്നാണെന്ന് ഒരൊറ്റ കാച്ചല. അതോടുകൂടി വീട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായി. അവളെ ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. കഷ്ടമായിപ്പോയി. എന്ത് കഷ്ടം? നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ ഒരു പുതിയ വിഷയം കൂടി കിട്ടി. നമ്മുടെ പെങ്ങന്മാർക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലോ? എൻ്റെ പെങ്ങന്മാർക്ക് എന്തായാലും സംഭവിക്കൂല. കാരണം എനിക്ക് പെങ്ങന്മാരില്ലല്ലോ. ഈ നാട്ടിലെ ഒരു പെണ്ണിനെയും ഒന്ന് വളക്കാൻ ഇതുവരെ നിനക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാടാ വെറുതെ പുളി കടിച്ചു? നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞു തീർക്കെങ്കിലും വേണ്ടേ? മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. നീ തന്നെ എൻ്റെ പിന്നാലെ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ട് കഥകൾ കേൾക്കാൻ. പിന്നെ ഗൾഫുകാരുടെ ഭാര്യമാരെ കുറിച്ചുള്ള ഇത്തരം കഥകളാകുമ്പോൾ ജനങ്ങൾക്കൊരു പ്രത്യേക ത്രില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ആരാധകരുള്ളത്. നിന്റെ ഈ സാങ്കല്പിക കഥകൾ കേൾക്കാൻ ഞാനും കുറെ ഇരുന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി നടന്ന സംഭവത്തോടു കൂടി നീയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ബാപ്പുട്ടി എങ്ങോട്ടാ? ഭാര്യ വീട്ടിലൊരു സൽക്കാരുണ്ട്, അതിന് പോവുക. എന്തേ ഈ പോരണോ? ഓൻ്റെ ഒരു ചോദ്യം. ഇപ്പൊ തന്നെ നേരം വൈകി. നേരത്തെ ചെന്നാൽ തന്നെ ആ ബായിന്റെ മരമൊന്ത തെളിയൂല. ഇനി ബായിയുടെ കടയിലേക്ക് പോണമെന്നില്ല. അതെന്തേ? കട പൊളിഞ്ഞോ? ഇതാ നിനക്ക് ബായിയുടെ വക നാട്ടിലേക്ക് ടിക്കറ്റ്. ഈ ബായി ഒരു വല്ലാത്ത സാധനം തന്നെ. ഞാനാണെങ്കിൽ നാട്ടിലേക്ക് പോകാൻ കഴിയണേന്ന് 5 നേരവും നെഞ്ചു പൊട്ടി പടച്ചോനോട് പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിച്ചു. അല്ല, എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? എന്താ അത്? മനസ്സിലായില്ലേ? എക്സിറ്റ് അടിച്ചു ഉറൂജ്. ഇനി കുവൈത്തിലേക്ക് മടങ്ങി വരണ്ടെന്നർത്ഥം. നിനക്ക് വേണ്ടി അയാളോട് കുറച്ച് കാശ് ചോദിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞത് എന്നറിയോ? കാശൊക്കെ നീ കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന്. നിന്റെ ബായിയുടെ ചെവിടെ അടിച്ച് 2 എണ്ണം പൊട്ടിക്കാൻ തോന്നി എനിക്ക്. അയാളുടെ തനിനിറം എപ്പോഴെങ്കിലും നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. ആദ്യമായി ഗൾഫിലെത്തി ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ നിനക്ക് ജോലി എന്നത് ബായിയാണെന്ന്. ഒരു ലൊടുക്ക് ജോലിയും തന്ന് നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് അയാൾ കുറെ സമ്പാദിച്ചു കൂട്ടിയില്ലേ? നിനക്ക് എന്ത് കിട്ടി? നീ വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ വെറും കൈയോടെ പോകേണ്ടി വരില്ല. പക്ഷേ അതുകൊണ്ടൊന്നും നിന്റെ പ്രയാസം തീരില്ലല്ലോ. ഇത് കൊള്ളാം, നല്ല ആളാ. ശനിയാഴ്ച നാട്ടിൽ പോണ്ട ആളാ ഇവിടെ ഇങ്ങനെ അന്തം മുട്ടിയിരിക്കണത്. എന്തെല്ലാം കാര്യങ്ങൾ ഒരുങ്ങാനിഷ്ട. എന്തൊരുങ്ങാൻ? എൻ്റെ പഴയ ഡ്രസ്സുകൾ ബാഗിലാക്കണം. അതിന് 1/2 മണിക്കൂർ മതി. പിന്നെ നാട്ടിലെത്തുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ പ്രശ്നവും പരിഹരിക്കാം. വലിയൊരു പ്രശ്നം നമ്മൾ തമ്മിലുള്ള ഇടപാടാ. നാട്ടിലെത്തി വീട് വിൽക്കുന്നത് വരെയുള്ള ഒരു സമയം നീ എനിക്ക് അനുവദിക്കണം.
വിറ്റ് അഡ്വാൻസ് കിട്ടിയാൽ ആദ്യം വീട്ടുന്നത് നിന്റെ കടായിരിക്കും. അപ്പൊ ബായ് നിനക്കൊന്നും തന്നില്ല അല്ലേ? 10-14 കൊല്ലം ഞാനും എൻ്റെ വീട്ടുകാരും പട്ടിണിയില്ലാതെ കഴിഞ്ഞില്ലേ? അതിനേക്കാൾ കൂടുതൽ ഇനി ബായിക്ക് എന്താ തരാൻ കഴിയാ? ബാബുട്ടി നിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. തൽക്കാലം നീ എന്നെ വിട്, ഞാൻ എവിടെയെങ്കിലും പോയിരുന്നൊന്ന് കരയട്ടെ. കരയാൻ ഇനിയും സമയമുണ്ടല്ലോ, 2-3 ദിവസം ബാക്കിയില്ലേ. ഇപ്പൊ നീ എന്റെ കൂടെ വാ, ഒരു ഷോപ്പിംഗ്. ഇന്നും നാളെയുമായി നിനക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. ഛേ ഇവൻ ബാബുട്ടി. ബാബുട്ടി നിൽക്ക്, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ല അല്ലേ? ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാം. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ബായ് ഇന്നലെ എന്നെ വിളിപ്പിച്ചു. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബായ് എന്തിനാ വരാൻ പറഞ്ഞത്? കാര്യമുണ്ട്, പറയാം. ബാപ്പുട്ടീനെ ഞാൻ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ അവന്റെ ഉപ്പക്ക് തീരെ സുഖമില്ല. ഇനി ഞാൻ അവനെ ഇവിടെ പിടിച്ചു നിർത്തിയാല് അതെനിക്ക് കാലാകാലം ദുഃഖിക്കാൻ ഇടവരുത്തും. അതിനെന്തിനാ എക്സിറ്റ് അടിച്ചത്? 4-5 മാസം ലീവ് എടുത്താ പോരെ? അവൻ ഇനി നാട്ടിൽ നിൽക്കട്ടെ. ഇവിടെ നിന്നോണ്ട് പ്രത്യേകിച്ച് നേട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഒരു ദിനാർ പോലും സമ്പാദ്യമില്ല എന്ന് മാത്രമല്ല, വലിയൊരു സംഖ്യയുടെ കടക്കാരൻ കൂടിയാണ് ബാപ്പുട്ടിയെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആളല്ലേ നിങ്ങൾ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഓനെ ഞാൻ വെറും കൈയോടെ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ഇത് അവന് കൊടുത്തേക്ക്. ഓരോ വർഷവും ഞാൻ അവന്റെ ശമ്പളം വർദ്ധിപ്പിച്ചിരുന്നു. അത് അവന്റെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഞാനത് അവന്റെ പേരിൽ ബാങ്കിലിട്ടു. 9 വർഷത്തെ അവന്റെ സമ്പാദ്യമാണിത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഇത് അവനോട് പറഞ്ഞില്ലെന്ന് മാത്രമാണ്. ഇത് ഞാൻ അവനോട് പറഞ്ഞിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ ഗൾഫിൽ കഴിഞ്ഞാലും ഇത്രയും വലിയൊരു സംഖ്യ അവന് ഒരുമിച്ച് കൂട്ടാൻ കഴിയുമായിരുന്നില്ല. അതാണ് ബാപ്പുട്ടിയുടെ പ്രകൃതം. സത്യസന്ധനാണവൻ. ഞാൻ പല നിലയ്ക്ക് അവനെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. മോഷ്ടിക്കാനുള്ള പല അവസരവും ഞാൻ തന്നെ അവന് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും ഒരു ദിനാർ പോലും അവൻ എടുത്തിട്ടില്ല. കച്ചവടത്തിലാണെങ്കിൽ എനിക്കവൻ ധാരാളം ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനൊന്നും കണക്കും പറഞ്ഞിട്ടില്ല. അവൻ പോയാല് എന്റെ ബിസിനസ്സിന് കുറച്ച് കോട്ടം തട്ടും. എന്നാലും അവൻ പോയി രക്ഷപ്പെടട്ടെ. ഇതൊന്നും ഞാൻ ചെയ്തൊരു ത്യാഗമായി കാണണ്ട. പടച്ചോൻ കൊടുത്താന്ന് കരുതിയാ മതി. ഞാനൊരു കാരണക്കാരൻ മാത്രം. ഇനി എന്റെ വക എന്തെങ്കിലും കൂടി ഒന്ന് അവന് കൊടുക്കണം. ഇനി ഇതിനേക്കാൾ വലുതെന്താണ് നിങ്ങളെ വക? അത് അവൻ ജോലി ചെയ്ത് സമ്പാദിച്ചതല്ലേ. ഇനി എന്റെ വക എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ബായിയുടെ വക നിനക്കുള്ളത് എന്താണെന്ന് അറിയോ? 1, നിന്റെ അളിയന് നിന്റെ പോസ്റ്റിൽ ജോലി. 2, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഞാൻ നിനക്ക് തന്ന പൈസയില്ലേ, അത് ബായിന്റെ വകയാണ്. അതിന് തിരിച്ചു കൊടുക്കും വേണ്ട. പിന്നെ നിനക്കിനി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ഫുൾ ഷോപ്പിങ്ങിന്റെ ഫുൾ ബില്ലും ബായിയുടെ വകയാണ്. ഷോപ്പിങ്ങും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എനിക്ക് ബായിയെ ഒന്ന് കാണണം. ഞാൻ മോശമായി പെരുമാറിയതിനൊക്കെ ബായിയെ കണ്ട് മാപ്പ് ചോദിക്കണം. ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട്. ആർക്കാ? മുംതാസിന്, കുവൈത്ത് നിന്നാണ്. ഇവിടെ ഒപ്പിട്ടോളൂ.
ഇനി കരയണ്ട. ഇത് നമ്മളാരും പ്രതീക്ഷിച്ച കത്തല്ല. ഇത് കണ്ടോ, നിനക്ക് കുവൈത്തിലേക്കുള്ള ടിക്കറ്റ്. മോളെ മുംതാസ്, ഉടനെ പുറപ്പെടുക. ഞാൻ കാത്തിരിക്കുകയാണ്. നിനക്ക് ഒത്തിരി പറയാനില്ലേ? എനിക്കുമുണ്ട് ഒരുപാട് പറയാൻ. കേട്ടതൊക്കെ വിശ്വസിച്ചു പോയി. സത്യാവസ്ഥ ഉബൈദ് എന്ന എൻ്റെ സ്നേഹിതനിലൂടെ അറിഞ്ഞപ്പോഴേക്കും നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു കഴിഞ്ഞിരുന്നു. നിന്റെ വീട്ടുകാരോടൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചതായി പറയണം. ഇനിയുള്ളതൊക്കെ നമുക്ക് നേരിൽ പറയാം. ഞാൻ നിനക്കായി മാത്രം കാത്തിരിക്കുകയാണ്. സ്നേഹപൂർവം, നിന്റെ ഇക്ക ഫാസിൽ. അളിയോ, അളിയല്ലാതെ എനിക്കവിടെ ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. എനിക്കും അളിയൻ്റെ കൂടെ നാട്ടിൽ പോരണം. അളിയൻ ജോലി കയറിയിട്ട് ഒരാഴ്ചയിലേ ആയിട്ടുള്ളൂ. 15 വർഷമായി ഞാൻ ഇവിടെ. ത്യാഗം ചെയ്യാതെ ഒന്നും നേടാൻ കഴിയൂല അളിയ. അളിയനിപ്പം ത്യാഗമൊക്കെ പറയാം. ബായി 7 ലക്ഷം റുപ്യല്ലേ തന്നത്. എന്നോടാണ് ഈ ബായി മനുഷ്യപ്പറ്റില്ലാതെയാണ് പെരുമാറുന്നത്. അയാളോടൊപ്പം എനിക്ക് പിടിച്ചിക്കാൻ പറ്റൂല. അളിയ, എന്താ നിങ്ങൾ ഉദ്ദേശം? ബായി 7 ലക്ഷം റുപ്യ തന്നാലേ ഞമ്മക്ക് രണ്ടാക്കും ബിസിനസ് തുടങ്ങാം, അത് മാത്രം പോരെ. അതുകൊണ്ട് ഞാനും അളിയൻ്റെ ഒപ്പം പോരുകയാണ്. അല്ലെങ്കിൽ ബായി എനിക്കിതുപോലെ പൈസ തരുമോ? എന്നാ പിന്നെ ഞാനും ഇവിടെ നിൽക്കാം. എനിക്കറിയൂല അളിയ. ആരോടെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സ് നന്നായാൽ പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതിനൊക്കെ കാത്തുക്കാനൊന്നും ഇന്നെ കൊണ്ടാവില്ല. അല്ലെങ്കിൽ പടച്ചോൻ്റെ അനുഗ്രഹം എന്നാ ഉണ്ടാകുക എന്ന് പറയും. ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം ഞാൻ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഞാൻ അളിയൻ്റെ ഒപ്പം പോരുകയാണ്. ആ, അളിയാൻ ഒരു കാര്യം ചെയ്യും. പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നാളെ എൻ്റെ ഒപ്പാണ് പോര്. ഉബൈദോ, ആ കേറിയിരിക്കേ. ഇല്ല, ഇരിക്കാനൊന്നും സമയമല്ല. ഇതാ ഇത് വെച്ചോടെ. എന്താ ഇത്? തുറന്നു നോക്കി. എന്താ ഉബൈദ ഇതൊക്കെ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ആഭരണങ്ങൾ. ഇതില്ലാത്തത് കൊണ്ടല്ലേ ഒരു പാവം പെൺകുട്ടി ഇത്രയും കാലം പീഡിപ്പിക്കപ്പെട്ടത്. ഈ ആഭരണങ്ങളെല്ലാം ഫാസിൽ അയച്ചതാണ്, ഉമ്മക്കും പെങ്ങക്കും അണിഞ്ഞൊരുങ്ങി നടക്കാൻ. പകരം മുംതാസിനെ അവന് കൊടുത്തേക്ക്. അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇതൊക്കെ എനിക്കുമ്മ. എന്താ ബാപ്പുട്ടിയെ? ബായി, എൻ്റെ അളിയൻ മാത്രമാണ് ഇവിടെ വരാത്തത്. അളിയാനൊന്ന് പറഞ്ഞേക്കണം. മുഖസ്തുതി പറയാന്ന് കരുതരുത്. നിന്റെ അളിയനെ പോലത്തെ ഒരു കുഴിമടിയനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ ഒരു പണിയെടുക്കാനും അറിയില്ല. അവനിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ നിന്റെ കൂടെ നാട്ടിൽ വരണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയേക്കുന്നത്. അവനെ ശരിയായിട്ടൊരു മനുഷ്യനാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് കയറ്റി വിടും. അല്ലെങ്കിലേ അവൻ അവിടെ വന്നാൽ നിനക്കൊരു സ്വൈര്യം ഉണ്ടാവില്ല. എന്നാലും ബായി, അളിയൻ ഒരെന്നാലുമില്ല. നീ നടക്കാൻ നോക്ക്, നേരം വൈകണ്. എല്ലാരും ഒന്ന് വേഗം ഉഷാറായി. ഇയാളെ വേഗം കയറ്റിവിടി. വെറുതെ സമയം കളയല്ലേ. പാസ്പോർട്ടും ടിക്കറ്റും ആരെടുത്താണ്? അത് വിടണ്ട ബായ്.